ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് പഠിച്ചുകൊണ്ടിരുന്നത് 24th ചാപ്റ്റർ ആണ്, 24ാമത്തെ ചാപ്റ്റർ. ഓക്കെ, 24ാമത്തെ ചാപ്റ്ററിൽ യുദ്ധകാലഘട്ടവും രണ്ടാം ലോക മഹായുദ്ധമാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. നമ്മള് 247ാമത്തെ പേജ് വരെയാണ് കേട്ടോ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ക്ലാസ്സില്. അപ്പോൾ നമ്മൾ ഫാസിസത്തെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ നാസിസത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഫാസിസം എന്ന് പറയുന്നത് മുസോളിനിയുടെ ഒരു തന്ത്രമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഘട്ടമാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നാസിസം എന്ന് പറയുന്നത് ജർമ്മനിയിലാണ് രൂപം കൊണ്ടതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അഡോൾഫ് ഹിറ്റ്ലർ ആണ് നാസിസത്തിന്റെ നേതാവായിട്ട് കണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ മുസോളിനിയുടെ തന്ത്ര രീതികളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ഏകാധിപത്യപരമായ അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യപരമായ ഒരു ഭരണമാണ് ഇറ്റലിയിൽ കാഴ്ചവെച്ചത്. അതുകൂടാതെ നമ്മുടെ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറയുന്നതും നാസിസം ജർമ്മനിയിൽ രൂപപ്പെടുത്തിയ ആളാണ് അഡോൾഫ് ഹിറ്റ്ലർ. ഹിറ്റ്ലറും ഏകാധിപത്യപരമായ അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യപരമായ ഒരു ഭരണരീതിയാണ് ജർമ്മനിയിലും കൈക്കൊണ്ടത്. അതായത് എല്ലാ ജനങ്ങളെയും തന്റെ കീഴിലാക്കിയിട്ട് ഒരു ഏകാധിപത്യപരമായ അല്ലെങ്കിൽ ആ ഹിറ്റ്ലറിന്റെ രീതിയിലും അല്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ ചിന്താരീതികളിൽ അധിഷ്ഠിതമായ ഒരു ഭരണമാണ് അദ്ദേഹം ജർമ്മനിയിൽ കൊണ്ടു നടന്നത്. അപ്പോൾ നമുക്കിനി 247ാമത്തെ പേജില് ഫാസിസം ആണ് നമുക്കിനി കാണാനുള്ളത്. അപ്പൊ ഫാസിസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് മുസോളിനിയെ കുറിച്ചാണ് കേട്ടോ. മുസോളിനി ഇറ്റലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫാസിസം നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പം സ്വേച്ഛാധിപത്യ വ്യവസ്ഥകളാണ് നമ്മൾ ഫാസിസവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. കാരണം അതൊരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു വ്യവസ്ഥിതി ആയിരുന്നില്ല ഫാസിസം എന്ന് പറയുന്നത്. അതുകൂടാതെ നാസിസം എന്ന് പറയുന്നതും ഒരു ജനാധിപത്യ വ്യവസ്ഥിതി ആയിരുന്നില്ല. രണ്ടും ഏകാധിപത്യ അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യ വ്യവസ്ഥിതികളായിരുന്നു. അതായത് ജനങ്ങളുടെ അവകാശങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളുടെ തീരുമാനങ്ങളിലൊന്നും അവര് മുൻ പരിഗണന കൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയ ഒരു ഭരണമായിരുന്നു ഈ ഇറ്റലിയിലും ജർമ്മനിയിലും ഉണ്ടായിരുന്നതെന്ന് ഓർക്കുക. ഫാസിസം പ്രസ്ഥാനങ്ങൾ മുഖ്യമായി ഉയർന്നു വന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ് എന്നുള്ള കാര്യം ഓർക്കുക. ചരിത്രകാരന്മാർ അതുകൊണ്ട് തന്നെ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആ രണ്ട് സമയത്തെയും, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെയും അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെയും ഇടയിലുള്ള കാലഘട്ടത്തെ ഫാസിസ്റ്റ് യുഗം എന്നാണ് വിളിക്കുന്നത്. കാരണം ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഫാസിസവും അതുപോലെ തന്നെ നാസിസവും ഒക്കെ ഉടലെടുത്തത്. ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പ്രധാനമായിട്ട് ഉയർന്നു വന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഇറ്റലിയും ജർമ്മനിയിലും സ്പെയിനിലും ഒക്കെയാണ്. അപ്പം ഫാസിസം എന്ന് പറയുമ്പോൾ ഇറ്റലി, ജർമ്മനി, സ്പെയിൻ ആ മൂന്ന് രാജ്യങ്ങളൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഫാസിസം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉടലെടുത്ത രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് രാജ്യങ്ങളും ജസ്റ്റ് ഒന്ന് നമ്മൾ ഓർത്ത് വെക്കണം. ഇനിയിപ്പോ ഫാസിസത്തിന്റെ തത്വങ്ങൾ എന്താണെന്ന് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളതാണ് കേട്ടോ. കാരണം ഫാസിസം എന്ന് പറയുന്ന ഏകാധിപത്യപരമാണ് അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യപരമായ ഒരു ഭരണ രീതിയാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൂടാതെ ജനവിരുദ്ധമായിരുന്നു ഇവരുടെ പരിപാടികളെല്ലാം. അതായത് ഫാസിസം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ അവരുടെ പരിഗണനകളോ അവരുടെ ആവശ്യങ്ങളോ ഒന്നും സാധ്യമാക്കി കൊടുക്കാത്ത ഒരു മുസോളിനി എന്ന് പറഞ്ഞ ഒരു നേതാവിന്റെ കീഴിൽ മാത്രം അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനൊത്ത് മാത്രം ഭരണം നടത്തിയിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഫാസിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഓർക്കുക. അപ്പൊ ഫാസിസത്തിന്റെ തത്വങ്ങളിൽ പറയുമ്പോൾ പ്രധാനമായിട്ടും ജനാധിപത്യ വിരുദ്ധം എന്ന് പറയുന്നത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്, അടയാളപ്പെടുത്തി വെക്കണം. ഫാസിസ്റ്റ് തത്വങ്ങൾ ഏതൊക്കെയാണെന്ന് പ്രധാനമായിട്ടും നമുക്ക് ഫാസിസത്തെ കുറിച്ച് ഒരു ചോദ്യം വന്നാൽ അതിൽ ഉൾപ്പെടുത്തി നമുക്ക് എഴുതി വെക്കാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണിത്. പിന്നെ സോഷ്യലിസത്തിനും കമ്മ്യൂണിസ്റ്റിനും ഒക്കെ എതിരായിരുന്നു ഫാസിസം എന്ന് പറയുന്നത്. കാരണം സോഷ്യലിസവും അതുപോലെ തന്നെ കമ്മ്യൂണിസവും ഒക്കെ പറയുന്നത് ജനങ്ങളെ മൊത്തത്തില് അവര് പരിഗണിക്കുന്ന രണ്ട് രാഷ്ട്രീയ ഒരു തത്വങ്ങളാണ് ഈ സോഷ്യലിസവും കമ്മ്യൂണിസവും തുടർന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതുകൂടാതെ അവര് കർഷകർക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കും ഒക്കെ കൂടുതൽ പരിഗണന കൊടുത്ത രണ്ട് പാർട്ടികളാണ് അല്ലെങ്കിൽ രണ്ട് തത്വശാസ്ത്രങ്ങളാണ് നമ്മുടെ സോഷ്യലിസവും അതുപോലെ തന്നെ കമ്മ്യൂണിസവും തുടർന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്.
അതുകൊണ്ട് തന്നെ മുസോളിനിക്ക് ഈ സോഷ്യലിസ്റ്റോടും കമ്മ്യൂണിസ്റ്റോടും ഒക്കെ എതിർപ്പാണ് ഉണ്ടായിരുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ യുക്തിവാദത്തെയൊക്കെ നിരാകരിച്ചു എന്നുള്ളതും അടയാളപ്പെടുത്തി വെക്കണം. നമ്മുടെ യുക്തി എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ടത്തെയൊക്കെ ആളുകള് ഈ നമ്മുടെ പ്രകാശങ്ങൾ ഇപ്പൊ ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്നത് ഒരു പ്രകാശ പ്രതിഭാസം അല്ലെങ്കിൽ ഒരു ദൈവത്തെയൊക്കെ പോലെയാണ് അവർ അന്ന് കണ്ടിരുന്നത് പണ്ട് ആളുകള്. പിന്നെ യുക്തിവാദമൊക്കെ വന്നതിന് ശേഷം നമ്മൾ യുക്തിയോടെ ചിന്തിച്ചപ്പോൾ അതിന്റെ പിന്നിൽ ഒരുപാട് ശാസ്ത്രീയപരമായ തത്വങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് യുക്തിയും ശാസ്ത്രീയമായ ചിന്താഗതിയും രണ്ടും വ്യത്യസ്തമാണ്. യുക്തിവാദത്തെ നിരാകരിക്കുക എന്നുള്ളത് ഫാസിസത്തിന്റെ ഒരു പ്രധാന തത്വമായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. പിന്നെ രാഷ്ട്രത്തെ മഹത്വവൽക്കരിച്ചു എന്നുള്ളത് മറ്റൊരു പ്രധാന തത്വമാണ്. കാരണം ഫാസിസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു ആക്രമണാത്മകമായ ദേശീയതയൊക്കെ ഉൾക്കൊണ്ടിരുന്ന ആളുകളാണ്. കാരണം മുസോളിനിയെയും ഹിറ്റ്ലറിനെയും ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ജർമ്മനിനെയൊക്കെ അപമാനിച്ചതിന്റെ പേരിലാണ് ഹിറ്റ്ലറിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുകയും അദ്ദേഹം ജർമ്മനിയുടെ അധികാര സ്ഥാനത്തിലേക്ക് വരാനും അതുപോലെ തന്നെ ജർമ്മനിയെ ഒരു ആഗോള ശക്തിയായിട്ട് ഉയർത്തിയെടുക്കുവാനും ഒക്കെ ശ്രമിച്ചത് അദ്ദേഹം ഒരു ആക്രമണാത്മക ദേശീയതയുള്ള വ്യക്തി ആയതുകൊണ്ടാണ്. അപ്പോൾ ഫാസിസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കാനായിട്ട് അത് വളരെയധികം പരിശ്രമിച്ചു എന്നുള്ള കാര്യം ഓർത്തു വെക്കേണ്ട ഒന്നാണ്. പിന്നെ സ്വേച്ഛാധിപത്യമാണ് അതിന്റെ മുഖമുദ്ര. സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് എതിരാണ് കേട്ടോ. സ്വേച്ഛാധിപത്യം, അതായത് ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും ഒക്കെ ഒരേ ഒരു നൂലിൽ കെട്ടിച്ചേർക്കാവുന്ന രണ്ട് പദങ്ങളാണ്. നമുക്ക് ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിരാകരിച്ചുകൊണ്ട് ഓരോ വ്യക്തിയുടെ അല്ലെങ്കിൽ ചില പ്രത്യേക വ്യക്തികളുടെ മാത്രം താല്പര്യത്തിനനുസരിച്ച് ഭരണം നടത്തുന്നതിനെയാണ് സ്വേച്ഛാധിപത്യം എന്നൊക്കെ നമ്മൾ പറയാം. അപ്പൊ സ്വേച്ഛാധിപത്യമാണ് ഫാസിസത്തിന്റെ മുഖമുദ്ര എന്നുള്ളത് ഓർത്ത് വെക്കാം. പിന്നെ സമാധാന വിരുദ്ധമായിരുന്നു, അത് യുദ്ധത്തെ എപ്പോഴും മഹത്വവൽക്കരിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. കാരണം മുസോളിനി ആണെങ്കിലും ഹിറ്റ്ലർ ആണെങ്കിലും അവര് യുദ്ധത്തെ മഹത്വവൽക്കരിച്ച ഒരു രീതിയാണ് അവർക്കുണ്ടായിരുന്നത്. കാരണം സമാധാനത്തെ അവര് ഭീരുക്കളുടെ ഒരു ഉപകരണമായിട്ടാണ് മുസോളിനിയും ഹിറ്റ്ലറും കണ്ടിരുന്നത്. ഓക്കെ, നമ്മളിപ്പോ പഠിക്കുന്നത് 248 പേജാണ് കേട്ടോ. ഫാസിസത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചത്, 24 ചാപ്റ്റർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഫാസിസത്തിന്റെ കുറച്ച് തത്വങ്ങൾ പറഞ്ഞു. ഫാസിസത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ മുസോളിനിനെ ഓർക്കണം എന്ന് പറഞ്ഞു, ഇറ്റലിനെ ഓർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇറ്റലിയിലെ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റലിയിലെ ഫാസിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെയാണ് ഉണ്ടായത്, അപ്പൊ അതിലേക്ക് നയിച്ച കാരണങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഫാസിസം എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടായ ഒരു കാര്യമല്ല. പല കാരണങ്ങൾ കൊണ്ടാണ് ഫാസിസം എന്ന് പറയുന്ന ഒരു സ്വേച്ഛാധിപത്യ ഒരു പ്രസ്ഥാനം ഇറ്റലിയിൽ ഉടലെടുത്തത്. അതിന്റെ ആദ്യത്തെ കാരണമായിട്ട് പറയുന്നത് യുദ്ധാനന്തര കാലത്തെ നിരാശയും മോഹഭംഗവും ഒക്കെയാണ്. കാരണം ഇറ്റലി അവരുടെ യുദ്ധത്തില് നാസിസം എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെയാണ്, ഫാസിസം എന്ന് പറയുന്നതാണ് കേട്ടോ മുസോളിനിയുടേത്. ഫാസിസത്തിന്റെ കാരണങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പൊ ഫാസിസം എന്ന് പറയുന്നത് ഉടലെടുത്തത് ചില കാരണങ്ങൾ കൊണ്ടാണ്. യുദ്ധാനന്തര കാലത്തെ നിരാശയും മോഹഭംഗവുമാണ് അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഫാസിസം ഉടലെടുത്തത് ഇറ്റലിയിലാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇറ്റലി യുദ്ധത്തിൽ ഇറങ്ങിയത് തന്നെ അവർക്ക് കോളനികൾ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ്. പക്ഷെ അവർക്ക് യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇറ്റലിക്ക് വളരെ കുറച്ച് മാത്രം പ്രദേശങ്ങളെ കിട്ടിയുള്ളൂ. കാരണം അവർ പ്രതീക്ഷിച്ച അത്രയും തന്നെ ഭൂപ്രദേശമോ അല്ലെങ്കിൽ അധികാരങ്ങളോ ഒന്നും ഇറ്റലിക്ക് ലഭിച്ചില്ല. അപ്പൊ അങ്ങനെ ഒരു നിരാശ, തങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടും തങ്ങൾക്ക് ആവശ്യമായത് അല്ലെങ്കിൽ വേണ്ട അത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ കോളനികളൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു നിരാശ ഫാസിസം എന്ന പ്രസ്ഥാനം ഉടലെടുക്കുന്നതിന് കാരണമായി. അതാണ് ഫസ്റ്റ് വണ്ണ് ഒരു കാരണമായിട്ട് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധികളാണ്. കാരണം യുദ്ധം നടന്നപ്പോൾ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓരോ യുദ്ധം നടക്കുമ്പോഴും ആ രാഷ്ട്രത്തിലെ എല്ലാവിധ മൂല്യങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ ഉൽപ്പന്നങ്ങളും തീർന്നു പോവുകയാണ് ചെയ്യുന്നത്. യുദ്ധം നടക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മളെ ആക്രമിക്കുമ്പോൾ നമ്മുടെ പല കെട്ടിടങ്ങളും തകരും, അല്ലെങ്കിൽ നമ്മുടെ പല റോഡുകളും കാര്യങ്ങളും ഒക്കെ തകരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരുപാട് പണച്ചെലവുള്ള ഒരു കാര്യമാണ്. അതുകൂടാതെ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ പട്ടാളക്കാരെ കൂടുതൽ നിയമിക്കണം, യുദ്ധോപകരണങ്ങൾ കൂടുതൽ ഉപയോഗിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എക്സ്ട്രാ ചെലവ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ ഇറ്റലിയിലെ സമ്പത്ത് വളരെയധികം തീർന്നു പോകാനും
സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇറ്റലി വരാനും ഒക്കെ ഈ യുദ്ധം കാരണമായി. അപ്പൊ അതുപോലെ തന്നെ തൊഴിലില്ലായ്മ കൂടി. അപ്പം സൈനികരെ മുറിവേറ്റ സൈനികർക്കൊന്നും കൃത്യമായിട്ടുള്ള പെൻഷനോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെയായി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പരിതസ്ഥിതി ഇറ്റലിയിലെ ഗവൺമെന്റിനെതിരെയൊക്കെ ഒരു വെറുപ്പ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ കാരണമായി. അപ്പൊ ഈ ഒരു നീരസം കണക്കിലെടുത്തുകൊണ്ടാണ് ഫാസിസം ഇറ്റലിയിൽ ഉടലെടുത്തതെന്ന് നമുക്ക് രണ്ടാമത്തെ കാരണമായിട്ട് പറയാം. ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധികൾ എന്ന് പറയുന്നത് അടയാളപ്പെടുത്തി വെക്കണം. ഓക്കെ, ഇനി മൂന്നാമത് പറയുന്നത് പാർലമെന്ററി വ്യവസ്ഥയുടെ തകർച്ചയാണ്. അപ്പൊ ഫാസിസം ഇറ്റലിയിൽ ഉണ്ടായതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് പാർലമെന്റിന്റെ തകർച്ചയായിട്ടാണ് പറയുന്നത്. കാരണം നമുക്കറിയാം ഇറ്റലിയില് യുദ്ധം നടന്നു. അവിടെ ഭക്ഷണ സാധനങ്ങളൊക്കെ അവർക്കൊക്കെ ഭക്ഷണ സാധനങ്ങളിലൊക്കെ അപര്യാപ്തത വന്നു. അതുകൂടാതെ തൊഴിലില്ലായ്മയും ഒരുപാട് ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വന്നു. അപ്പോൾ ഇറ്റലിയിൽ ഉണ്ടായ പാർലമെന്റിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഓവർകം ചെയ്യാനുള്ള ഒരു അധികാരമോ അല്ലെങ്കിൽ ആ ഓവർകം ചെയ്യാനുള്ള ഒരു സ്മാർട്ട്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഗവൺമെന്റിന്റെ പ്രവർത്തനം എല്ലാം സ്തംഭനാവസ്ഥയിലായി. അപ്പൊ ഇങ്ങനെ ഗവൺമെന്റിനെ കൊണ്ട് തങ്ങൾക്ക് വേണ്ട ഒന്നും ചെയ്തു തരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഗവൺമെന്റിനെ കൊണ്ട് തങ്ങൾക്ക് വേണ്ട ഉപകാരങ്ങളൊന്നും ലഭിക്കില്ലെന്ന് മനസ്സിലായ ഒരു വിഭാഗം ആളുകൾക്ക് ഈ ഗവൺമെന്റിനോടുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു പാർട്ടി നമുക്ക് വേണമെന്നും ആരെങ്കിലും തങ്ങളെ ഒന്ന് മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കാം എന്നുള്ളൊരു ചിന്താഗതി ആളുകൾക്ക് ഉണ്ടാവുകയും അങ്ങനെ ഫാസിസ്റ്റ് പാർട്ടി വന്നപ്പോൾ ജനങ്ങൾ അവരെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരം 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫാസിസം എന്ന ഒരു പ്രസ്ഥാനം ഇറ്റലിയിൽ രൂപപ്പെടാൻ കാരണമായത്. ഒന്നെന്ന് പറയുന്നത് യുദ്ധാനന്തര കാലത്തെ നിരാശയും മോഹഭംഗവുമാണ്. 2 സാമ്പത്തിക പ്രതിസന്ധികൾ, 3 പാർലമെന്ററി വ്യവസ്ഥയുടെ തകർച്ച. ഓക്കെ, 3 കിട്ടിയല്ലോ അല്ലെ? ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഫാസിസത്തിന്റെ കേന്ദ്രമായ അല്ലെങ്കിൽ ആ ആശയത്തിന്റെ മൂലധാരണമായ മുസോളിനി എന്ന വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ മുസോളിനി എന്ന് പറയുന്നത് ഒരു സാധാരണ വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഒരു രാജപദവിയിൽ ഇരിക്കുന്നയാളോ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരാളൊന്നുമല്ല മുസോളിനി എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. 1883 ഒരു കൊല്ലപ്പണിക്കാരന്റെ മകനായിട്ട് ജനിച്ച വ്യക്തിയാണ് മുസോളിനി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അധ്യാപകനായിട്ടാണ് അദ്ദേഹത്തിന്റെ കരിയർ ആരംഭിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം ആരംഭിച്ചത് അധ്യാപകനായിട്ടാണ്. പിന്നീട് അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേരുകയാണ് ഉണ്ടായത്. പിന്നെ അദ്ദേഹം ഒരു അവസരവാദിയായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കണം. കാരണം ഇറ്റലി ആദ്യമേ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട എന്നൊരു നിലപാടാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന മുസോളിനി ആദ്യം മുന്നോട്ട് വെച്ചത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു ഇറ്റലിയും കൂടെ സഖ്യശക്തികളോട് ചേർന്ന് മത്സരിക്കട്ടെ, അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കട്ടെ എന്നൊരു ചിന്താഗതി മുസോളിനി മുന്നോട്ട് വെച്ചു. അപ്പൊ ഇതെന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മുസോളിനിനെ അവരുടെ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹം കുറച്ചു നാള് സൈനികനായിട്ട് തുടർന്നു. സൈനിക പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം വഴിമാറി ചിന്തിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, മുസോളിനിയും ഹിറ്റ്ലറും ഒക്കെ സൈനിക പ്രവർത്തനം അല്ലെങ്കിൽ സൈനിക വൃത്തി ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു എന്ന് പറഞ്ഞു, പട്ടാളക്കാരായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ മുസോളിനി പട്ടാളത്തിലേക്ക് ചേർന്നത് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതിനു ശേഷമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നീട് അദ്ദേഹം 1919 മുസോളിനി മിലാനിൽ വെച്ച് ഒരു ഫാസിസ്റ്റ് സംഘടനയ്ക്ക് രൂപം കൊടുത്തു. കാരണം സോഷ്യലിസ്റ്റ് പാർട്ടി ഒന്നും ഭരിച്ചാല് ഇറ്റലിക്ക് യാതൊരു വിധ പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ മുസോളിനിക്ക് ഉണ്ടായി. മുസോളിനി അദ്ദേഹത്തിന്റെ അതേ ചിന്താഗതിയുള്ള ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് 1919 മിലാനിൽ വെച്ച് ഒരു ഫാസിസ്റ്റ് സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം കരിങ്കുപ്പായക്കാർ എന്ന് പറയുന്ന ഒരു സൈനികത്തിനും കൂടെ രൂപം കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പം കരിങ്കുപ്പായക്കാർ എന്ന് പറയുന്നത് മുസോളിനിയുടെ സൈനിക ഗ്രൂപ്പായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കണം. ബ്രൗൺ ഷർട്ട്സ് എന്ന് പറയുന്നത് ഹിറ്റ്ലറിന്റെ ഒരു സൈനിക പടയാളികളുടെ ഒരു സംഘമായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കണം. അപ്പം കരിങ്കുപ്പായക്കാർ എന്നറിയപ്പെടുന്ന സംഘടന ഇറ്റലിയിൽ ആകമാനം ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് ഉണ്ടായത്. 1919 തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും ലഭിക്കാതെ മുസോളിനിയുടെ ആ ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനം ദയനീയമായി പരാജയപ്പെട്ടു. പക്ഷെ 1921 മുസോളിനി ദേശീയ ഫാസിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും 35 സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷെ 35 സീറ്റുകൾ എന്ന് പറയുന്നത് വളരെയധികം ഭൂരിപക്ഷം കുറഞ്ഞൊരു സീറ്റുകളാണ് കേട്ടോ. 35 സീറ്റുകളിലൊന്നും ഭൂരിപക്ഷം ലഭിച്ച് കേന്ദ്ര സ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റ് ആയിട്ടൊന്നും നിയമിക്കപ്പെടാനായിട്ട് സാധിക്കില്ല. പക്ഷേ മുസോളിനി എന്ത് ചെയ്തു? റോമിൽ ആകമാനം
കരിങ്കുപ്പായക്കാർ കൊണ്ട് ഒരു ബലപ്രയോഗത്തിലൂടെ അധികാരം നേടാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. 1922 ഒക്ടോബർ 24-ന് മുസോളിനി റോമിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കാനുണ്ടായത്. അപ്പോ ഗവൺമെന്റിനെ പരാജയപ്പെടുത്തി അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ റോമിലേക്ക് അദ്ദേഹം മാർച്ച് സംഘടിപ്പിച്ചത്. പക്ഷേ ഈ മാർച്ചിനെ അടിച്ചമർത്തുന്നതിന് പകരം ഗവൺമെന്റ് എന്ത് ചെയ്തു? മുസോളിനിയോട് പറഞ്ഞു, മുസോളിനിക്ക് എന്തെങ്കിലും സീറ്റൊക്കെ തരാം, മാർച്ച് ഒന്നും നടത്തണ്ട, ഗവൺമെന്റിനെ പരാജയപ്പെടുത്തണ്ടെന്നൊക്കെ പറഞ്ഞ് മുസോളിനിനെ സമാധാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒക്ടോബർ 29-ന് ഒരു പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടി രാജാവ് ക്ഷണിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഒരു തുള്ളി പോലും ചോര ചിന്തപ്പെടാതെ മുസോളിനി അദ്ദേഹത്തിന്റെ അധികാരത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. ഫാസിസ്റ്റ് പ്രധാനമന്ത്രിയെ മുസോളിനി അധികാരം ഏറ്റു. അധികാരം ലഭിച്ചതോടെ മുസോളിനി തന്റെ സ്വേച്ഛാധിപത്യം അടിച്ചർപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. കാരണം അധികാരം കിട്ടുന്നത് വരെ മുസോളിനി വളരെ സാവധാനത്തിലൊക്കെയാണ് പെരുമാറിയത്. പക്ഷേ അദ്ദേഹത്തിന് അധികാരം ലഭിച്ചതിന് ശേഷം മുസോളിനി തന്റെ സ്വേച്ഛാധിപത്യപരമായ അല്ലെങ്കിൽ ഏകാധിപത്യപരമായ ചിന്താരീതികളും മറ്റും ഇറ്റലിയിലെ പല ജനങ്ങളിലേക്കും അടിച്ചമർത്തുവാനായിട്ട് അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? ഈ ആളുകളൊക്കെ മുസോളിനിയെ പേടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വിധേയരാകാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ 1924 തെരഞ്ഞെടുപ്പിൽ ഫാസിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് വളരെയധികം ഭൂരിപക്ഷത്തോടെ ജയിക്കുകയാണ് ഉണ്ടായത്. കാരണം കരിങ്കുപ്പായക്കാരുടെ അടിച്ചമർത്തലുകളൊക്കെ ഭയന്ന് ജനങ്ങള് ഈ ഫാസിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. പിന്നീട് ഇതിനെ തുടർന്ന് കരിങ്കുപ്പായക്കാർ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. താമസിയാതെ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും മറ്റു രാഷ്ട്രീയ പ്രതിനിധികളെയും അവർ സംഘടിതമായി വകയിരുത്തുകയാണ് ചെയ്തത്. കാരണം നമ്മൾ ഈ ഹിറ്റ്ലറിനെയും മുസോളിനിയെയും കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇവർ രണ്ടുപേരും തങ്ങളുടെ എതിരാളികളെ നിഷ്ഠൂരമായിട്ട് വധിച്ച ആളുകളാണ്. കാരണം മറ്റുള്ളവരെ അടിച്ചമർത്തി തങ്ങളുടെ അധികാരം ഉറപ്പിക്കാനായിട്ട് ശ്രമിച്ച ആളുകളാണെന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചാൽ മതി. മുസോളിനിയും അതെ, ഹിറ്റ്ലറും അതെ, പ്രത്യേകിച്ച് അവരുടെ എതിരാളികളെ എല്ലാം ആക്രമിച്ച് ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് മുസോളിനിയും അവരുടെ സോഷ്യലിസ്റ്റുകളും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളുമായിട്ടുള്ള ആളുകളെല്ലാം വധിക്കുകയും അതുപോലെ അവരെ അടിച്ചമർത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കാം. അതുപോലെ മുസോളിനി അദ്ദേഹത്തോട് കൂറു പുലർത്തിയിരുന്ന 20,000 അംഗങ്ങളുള്ള ഒരു ഫാസിസ്റ്റ് സൈന്യത്തെ രൂപീകരിച്ചു. സ്ഥിര സൈന്യത്തെ വിപുലപ്പെടുത്തുകയും രാജാവിന്റെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുകയും ചെയ്തു. മന്ത്രിമാരെ നിയമിക്കാനും പിരിച്ചുവിടാനുമുള്ള അധികാരം പോലും രാജാവിന് നഷ്ടമായി. അങ്ങനെ ഇറ്റലി ഒരു പോലീസ് രാഷ്ട്രമാക്കി അദ്ദേഹം മാറ്റി. ആരെയും അറസ്റ്റ് ചെയ്ത് തടവിലാക്കാനുള്ള അധികാരം പോലീസിന് നൽകുകയും ചെയ്തു. സോഷ്യലിസ്റ്റ് തൊഴിലാളി സംഘടനകളെ നിരോധിച്ചു. അങ്ങനെ ഇറ്റലിയുടെ മുഴുവൻ അധികാരങ്ങളും മുസോളിനിയുടെ കീഴിലായി. അപ്പോൾ ഒരു കൊല്ലപ്പണിക്കാരന്റെ മകനായി ജനിച്ച അധ്യാപകനായിട്ട് ജീവിതം അവലംബിച്ച മുസോളിനി സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. അദ്ദേഹം അവിടുന്ന് പുറത്താക്കപ്പെട്ടു. പിന്നീട് സൈനികനായിട്ട് അദ്ദേഹം കുറച്ചുനാൾ ജീവിച്ചു. അതിനുശേഷം ഒരു ഫാസിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി. ശേഷം അദ്ദേഹം ഫാസിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളെ കൊണ്ട് റോമിലേക്ക് മാർച്ച് നടത്തി ഗവൺമെന്റിനെ പിടിച്ചടക്കി തന്റെ അധികാരം സ്ഥാപിക്കാനായിരുന്നു മുസോളിനിയുടെ ആഗ്രഹം എന്ന് ഓർക്കുക. അതിനുശേഷം ഈ മാർച്ചിനെ അടിച്ചമർത്താതെ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് മുസോളിനിയോട് പറഞ്ഞു, വരിക, എന്തെങ്കിലും ഒരു പദവി പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിൽ കയറ്റാം എന്ന് പറഞ്ഞു. ഒരു തുള്ളി ചോര പോലും ചിന്താതെ അദ്ദേഹം ഇറ്റലിയുടെ പ്രധാനമന്ത്രിയായി സ്ഥാനാരോഹണം ചെയ്തു. അദ്ദേഹത്തിന്റെ കീഴിൽ കരിങ്കുപ്പായക്കാർ എന്നറിയപ്പെടുന്ന ഒരു സൈന്യം ഉണ്ടായിരുന്നു. അദ്ദേഹം അധികാരത്തിൽ എത്തിയപ്പോൾ മുതൽ സോഷ്യലിസ്റ്റുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും അദ്ദേഹം വകയിരുത്തുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ അടിച്ചമർത്തുകയാണ് ചെയ്തത്. ക്രമേണ രാജാവിന്റെ അധികാരങ്ങളൊക്കെ മുസോളിനി വെട്ടിച്ചുരുക്കി. മന്ത്രിമാരെ നിയമിക്കാനും പിരിച്ചുവിടാനും ഒക്കെയുള്ള അധികാരം രാജാവിന് നഷ്ടമായി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മുസോളിനിയുമായിട്ടും ഫാസിസ്റ്റ് പ്രസ്ഥാനവുമായിട്ടൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ചോദ്യം വരുമ്പോൾ എഴുതി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, പോയിന്റുകൾ മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, ഇനി നമുക്ക് കാണാനുള്ളത് ചാപ്റ്റർ 25 ആണ് കേട്ടോ. ശീതസമര യുഗവും അതിന്റെ രാഷ്ട്രീയവും. അപ്പോൾ നമ്മൾ പറഞ്ഞു ശീതസമരം എന്ന് പറയുന്നത് 2ാം ലോക മഹായുദ്ധവും 1ാം ലോക മഹായുദ്ധവും ഒക്കെ യുദ്ധങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു നമ്മൾ പറഞ്ഞു. കാരണം ആക്രമണപരമായ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അതായത് ആയുധമെടുത്ത് നേരെ പോരാടുക, ഒരുപാട് ആളുകൾക്ക് അതിൽ ജീവൻ നഷ്ടപ്പെടുകയും ഒരുപാട് സൈനികര് അംഗവൈകല്യം സംഭവിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. പക്ഷെ ശീതസമരം എന്ന കാലഘട്ടത്തിൽ ആ ഒരു ശീതസമരം ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇതൊരു യുദ്ധത്തിന്റെ കാലഘട്ടമല്ലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. കാരണം ആയുധമെടുത്തുള്ള യുദ്ധമായിരുന്നില്ല ശീതസമരം എന്ന് പറയുന്നത്. അതുകൂടാതെ ശീതസമരം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ ഒരു കാലഘട്ടവും ആയിരുന്നില്ല. കാരണം ജനങ്ങളുടെ ഉള്ളില് ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു വിദ്വേഷവും വെറുപ്പും ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ് ഈ ശീതസമര കാലഘട്ടം എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 251 എടുക്കുക, 251 പേജില്. ശീതസമരം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? തുറന്ന ഒരു യുദ്ധത്തിൽ നിന്ന് ഇത് എപ്രകാരമാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ലോകത്തിലെ രണ്ട് വൻ ശക്തികളായിട്ട് ഉയർന്നു വന്നു. അപ്പൊ സോവിയറ്റ് യൂണിയനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കുറിച്ചും നമ്മൾ മനസ്സിൽ കാണുക. സോവിയറ്റ് യൂണിയൻ ഇവിടെ, നമ്മുടെ അമേരിക്ക എന്ന് പറയുന്നത് ഇവിടെ. അപ്പൊ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു ചെറിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങൾ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഒരു അന്തരീക്ഷം നിലനിന്നിരുന്നു. അപ്പോൾ ഈ രണ്ട് രാഷ്ട്രങ്ങളുടെ ഇടയിൽ, രണ്ട് രാഷ്ട്രങ്ങളോട് ചേർന്ന് മറ്റ് രാഷ്ട്രങ്ങളും കൂടെ കൂടിച്ചേർന്ന് അതൊരു ശീതസമര കാലഘട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സോവിയറ്റ് യൂണിയനും അമേരിക്കയെയും സാക്ഷിയാക്കി സോവിയറ്റ് യൂണിയനിലേക്ക് കുറച്ച് രാഷ്ട്രങ്ങൾ ചേർന്ന് സോവിയറ്റ് യൂണിയനെ ശക്തിപ്പെടുത്തി, അതുപോലെ തന്നെ അമേരിക്കയിലേക്ക് കുറച്ച് രാഷ്ട്രങ്ങൾ ചേർന്ന് അമേരിക്കയെ ശക്തിപ്പെടുത്തി. അപ്പൊ പ്രധാനമായിട്ടും സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ഒരു ആശയ തർക്കങ്ങളും ഒക്കെയാണ് നിലനിന്നിരുന്നുവെങ്കിലും അതിൽ സോവിയറ്റ് യൂണിയനോട് കൂടി ചേർന്ന് പല രാജ്യങ്ങളും അതിൽ ഉൾച്ചേർന്നെന്നുള്ള കാര്യം ഓർക്കണം. അതുപോലെ തന്നെ അമേരിക്കയുടെ കൂടെയും പല രാജ്യങ്ങളും അമേരിക്കയുടെ പക്ഷം ചേർന്ന് നിലനിന്നതായിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ എന്തെങ്കിലും ഒരു വഴക്കോ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ രണ്ട് ആളുകൾ തമ്മിലാണ് വഴക്കുണ്ടാകുകയാണെങ്കിൽ ആ രണ്ട് ആളുകളെയും കൂടി അതിന്റെ പക്ഷത്ത് ചേർന്ന് കുറച്ച് ആളുകൾ ഉണ്ടാകും അല്ലെ. അങ്ങനെ ഒരു പക്ഷത്തെ ചേർന്ന് ആ ഒരാളെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ ആ ആളെ അനുകൂലിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും. മറ്റേ ഒരാളോട് വഴക്കുണ്ടാക്കുന്ന മറ്റേ ആൾക്ക് അനുകൂലിച്ചുകൊണ്ട് അയാളെ സഹായിക്കാനായിട്ട് കുറച്ച് ആളുകൾ ഉണ്ടാവും. ആ രീതിയിൽ ഈ രണ്ട് ഘടകങ്ങളെ ഓർത്താൽ മതി. സോവിയറ്റ് യൂണിയനോട് ചേർന്ന് കുറച്ച് ആളുകൾ രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു, അമേരിക്കയോട് ചേർന്ന് കുറച്ച് രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയനും പാശ്ചാത്യ ശക്തികളും തമ്മിൽ യുദ്ധകാലത്ത് നിലനിന്ന സഖ്യവും സൗഹാർദ്ദവും യുദ്ധത്തോടൊപ്പം തന്നെ അവസാനിച്ചു. സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ ലോകം താമസിയാതെ രണ്ട് ചേരികളായി തിരിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് ചേരിയും മുതലാളിത്ത ചേരിയും മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഒരു ചേരിയിൽ അല്ലെങ്കിൽ മറ്റൊന്നിൽ അണിചേർന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഒന്നെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ ചേരിയിൽ ചേർന്നു അല്ലെങ്കിൽ അമേരിക്കയുടെ ചേരിയിൽ ചേർന്നു. അതുപോലെ തന്നെ ചേരിചേരാ നയം ഉണ്ടാക്കിയ കുറച്ച് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യയൊക്കെ ചേരിചേരാ നയത്തിൽ ഉൾപ്പെട്ട രാജ്യമാണ്. രണ്ട് പക്ഷത്തും നിൽക്കാതെ ഒരു നിഷ്പക്ഷ മനോഭാവം പുലർത്തിയിരുന്ന കുറച്ച് രാജ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഭൂരിഭാഗം രാജ്യങ്ങളും ഈ രണ്ട് ചേരികളിൽ ഏതെങ്കിലും ഒന്നിലാണ് ചേർന്നത്. പരസ്പരം ശത്രുത വെച്ച് പുലർത്തിയിരുന്ന ഈ രണ്ട് ചേരികളും തമ്മിലുണ്ടായ സംഘർഷങ്ങളും പോരാട്ടങ്ങളുമാണ് പൊതുവെ ശീതസമരം എന്നറിയപ്പെടുന്നത്. അടയാളപ്പെടുത്തി വെക്കേണ്ട ഒന്നാണ്. ഒന്നാമത്തെ കാര്യം, കമ്മ്യൂണിസ്റ്റും നമ്മുടെ സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും രണ്ട് ചേരികളായി തിരിഞ്ഞു. മിക്ക രാഷ്ട്രങ്ങളും ഈ രണ്ട് ചേരികളിൽ ഏതെങ്കിലും ഒന്നിൽ ചേർന്നു. അതുകൂടാതെ ഈ രണ്ട് പരസ്പര ശത്രുത വെച്ച് പുലർത്തിയിരുന്ന ഈ രണ്ട് ചേരികളും തമ്മിലുണ്ടായ സംഘർഷങ്ങളും പോരാട്ടങ്ങളുമാണ് ശീതസമരം എന്നറിയപ്പെട്ടിരുന്നത് എന്നും ഓർത്തു വെക്കേണ്ട ഒന്നാണ്. കാരണം അത് നമുക്ക് ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ശീതസമരം യുദ്ധത്തിന്റെയോ അല്ലെങ്കിൽ സമാധാനത്തിന്റെയോ ഒരു അവസ്ഥയായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ശീതസമരം എന്ന് പറയുന്നത് തുറന്ന ഒരു യുദ്ധമായിരുന്നില്ല. കാരണം ആയുധമെടുത്ത് എല്ലാവരെയും വധിക്കുക അല്ലെങ്കിൽ രക്തം വീഴ്ത്തിക്കൊണ്ടുള്ള ഒരു യുദ്ധമായിരുന്നില്ല ശീതസമരം എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ അതൊരു സമാധാനപരമായ ഒരു സന്ധിയുമായിരുന്നില്ല. കാരണം ഇവരുടെ ഉള്ളില് യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനുള്ള അത്രയും വെറുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആശയപരമായ വെറുപ്പും രാഷ്ട്രീയ അവിശ്വാസനവുമാണ് അതിന്റെ അടിസ്ഥാനം. ഇതൊരു തുറന്ന യുദ്ധമായിരുന്നില്ലെങ്കിലും കാര്യങ്ങളെ പലപ്പോഴും യുദ്ധത്തിന്റെ വക്കോളം എത്തിച്ചിരുന്നു എന്നുള്ള കാര്യം അടയാളപ്പെടുത്തി വെക്കണം. കാരണം ഈ രണ്ട് രാഷ്ട്രങ്ങള് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ രണ്ട് ചേരികളായി തിരിഞ്ഞു. അതിൽ മുന്നിൽ പല രാഷ്ട്രങ്ങളും കൂടിച്ചേർന്നു. ഇവർ ആശയപരമായ തർക്കങ്ങളും അതുപോലെ രാഷ്ട്രീയമായ അവിശ്വാസവും ഒക്കെയായിരുന്നു ഈ ശീതസമരത്തിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി ശീതസമരത്തിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുക. കാരണം ശീതസമരത്തിനും അതുണ്ടാവാനായിട്ട് നിരന്തരമായ കാരണങ്ങളുണ്ട്. ശീതസമരത്തിന്റെ ഉത്ഭവത്തിനുള്ള മുഖ്യ കാരണം എന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഭീതിയായിരുന്നു. അടയാളപ്പെടുത്തി വെക്കണേ. കാരണം ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വരിക, ശീതസമരം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശീതസമരം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, മറ്റ് യുദ്ധങ്ങളുമായിട്ട് ശീതസമരം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുകൂടാതെ ശീതസമരം എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നുള്ള കാര്യവും മനസ്സിലാക്കി വെക്കണം. കാരണം ആ ഒരു കാലഘട്ടത്തില് പാശ്ചാത്യ ശക്തികളെ കടന്നുകൊണ്ട് അതല്ലെങ്കിൽ അവർക്ക് മേലെ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങള് ഉയർന്ന സ്ഥാനം നേടുകയാണ് ഉണ്ടായത്. കാരണം കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് തൊഴിലാളി വർഗങ്ങളെ
അനുകൂലിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉയർച്ച എന്ന് പറയുന്നത് നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളെ അല്ലെങ്കിൽ മുതലാളിത്ത രാഷ്ട്രങ്ങളെ ഭീതിയിലാഴ്ത്തി. കാരണം തങ്ങളുടെ രാജ്യങ്ങളിലേക്കും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി വരുമോ എന്നുള്ള ഒരു ഭയം അവർക്കുണ്ടായി. അതുകൂടാതെ അവിടെ ഉണ്ടായിരുന്ന സമ്പന്നരായ ആളുകൾക്ക് ഇതൊട്ടും ദഹിക്കുമായിരുന്നില്ല. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു കഴിഞ്ഞാൽ മുതലാളിത്ത രാഷ്ട്രങ്ങളെ ആകമാനം തകരാറിലാക്കുകയും അവിടെ സമ്പന്നരായ ആളുകൾക്ക് അവരുടെ അധികാരവും മറ്റും നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഭീതിയാണ് ശീതസമരത്തിലേക്ക് നയിച്ച പ്രധാന കാരണമായിട്ട് പറയുന്നത്. മുതലാളിത്തത്തെ മുറുകെ പിടിച്ചിരുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ കമ്മ്യൂണിസ്റ്റിന്റെ വളർച്ചയെ ഭീതിയോടെയാണ് നോക്കിക്കണ്ടത്. തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് കമ്മ്യൂണിസം വ്യാപിക്കുമെന്ന് ഭയപ്പെട്ട അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കമ്മ്യൂണിസത്തെ ഒതുക്കുവാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. 1933 വരെ സോവിയറ്റ് യൂണിയനെ അംഗീകരിക്കാൻ പോലും അമേരിക്ക കൂട്ടാക്കിയില്ല. ഹിറ്റ്ലറെ പ്രീണിപ്പിച്ച് സോവിയറ്റ് യൂണിയനെതിരെ തിരിച്ചുവിടാൻ പോലും പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമിക്കുകയുണ്ടായി. കാരണം സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കാൻ പോലും മുതലാളിത്ത രാഷ്ട്രങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം തൊഴിലാളി കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രത്തെ അംഗീകരിക്കാനായിട്ട് സമ്പന്നതയിൽ ഉണ്ടായിരുന്ന മുതലാളിത്ത രാഷ്ട്രങ്ങൾക്ക് കുറച്ചിലായിട്ട് തോന്നി. പക്ഷെ അതുകൊണ്ട് തന്നെ അവര് സോവിയറ്റ് യൂണിയനെ ജർമ്മനിയുടെ കൂട്ടുപിടിച്ച് തകർക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു. പിന്നെ കിഴക്കൻ യൂറോപ്പിൽ കമ്മ്യൂണിസ്റ്റിനുണ്ടായ വളർച്ചയും ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകൾ നേടിയ വിജയവും അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള പാശ്ചാത്യരെ വിളറി പിടിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുന്നതിന് വേണ്ടി അമേരിക്ക ഒരു കുരിശുയുദ്ധം തന്നെ ആരംഭിച്ചു. അപ്പോൾ മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് കിഴക്കൻ യൂറോപ്പിൽ കമ്മ്യൂണിസ്റ്റിനുണ്ടായ വളർച്ചയും അതുപോലെ തന്നെ ചൈനയെ അവരെ പിടിച്ചടക്കിയതുമാണ് കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അവരിൽ ഒരു ഭീതി ഉണ്ടാക്കുകയാണ് ചെയ്തത്. കാരണം കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് മുതലാളിത്ത രാഷ്ട്രങ്ങളിലേക്ക് പടർന്നു പിടിക്കുമോ, നമ്മുടെ തൊഴിലാളികളായിട്ട് മുതലാളിത്ത രാഷ്ട്രം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് മുതലാളികളായ മനുഷ്യര് താഴെ തൊഴിലാളികളെയും അതുപോലെ തന്നെ കർഷകരെയും ഒക്കെ വളരെയധികം ചൂഷണം ചെയ്തുകൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തൊഴിലാളി രാഷ്ട്രമൊക്കെ വന്നു കഴിഞ്ഞാൽ സമ്പന്നരായ മുതലാളിമാർക്ക് അതൊരു വലിയ തിരിച്ചടിയാകും. കാരണം അവരുടെ സമ്പത്തും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെടുകയാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതലാളിത്ത രാജ്യങ്ങളിൽ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവർ ആവിഷ്കരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ശീതസമരം ഉണ്ടായതെന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി ജർമ്മൻ പ്രശ്നവും കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റിന്റെ മുന്നേറ്റവും ഗ്രീസിലെ ആഭ്യന്തര യുദ്ധവും എല്ലാം ശീതസമരത്തെ ത്വരിതപ്പെടുത്തിയ സംഭവങ്ങളായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കണം. പിന്നെ ഫുൾട്ടൺ സർവകലാശാലയിൽ വെച്ച് വിൻസ്റ്റൺ ചർച്ചിൽ നടത്തിയ ഇരുമ്പുമുറ പ്രസംഗത്തിൽ സോവിയറ്റ് യൂണിയനെതിരെ അമേരിക്കയും ബ്രിട്ടനെയും ഒന്നിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയുണ്ടായി. ചർച്ചിലിന്റെ പ്രസംഗത്തിന് പ്രചോദനം ഉൾക്കൊണ്ട് അമേരിക്ക കമ്മ്യൂണിസ്റ്റ് ഒതുക്കി നിർത്തുക എന്ന നയത്തിന് രൂപം നൽകി. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങൾ അമേരിക്കൻ നയത്തിന് പിന്തുണയേകുകയും ചെയ്തു. അപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസംഗത്തിലൂടെ സോവിയറ്റ് യൂണിയൻ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതലാളിത്ത രാജ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞപ്പോൾ അമേരിക്ക ഈ സോവിയറ്റ് യൂണിയനെ അടക്കി നിർത്താൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കി നിർത്താനുള്ള എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിക്കുന്നതിന് കൂടുതൽ അത് പ്രചോദനമേകുകയാണ് ഉണ്ടായത്. അതുകൂടാതെ അമേരിക്കയുടെ കൂടെ ബ്രിട്ടനും അതുപോലെ തന്നെ മറ്റ് പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങളും കൂടി ചേർന്നതോടുകൂടി നമ്മുടെ ശീതസമരത്തിന് ഒരു തുടക്കം ഉണ്ടാവുകയാണ് ഇതിലൂടെ ചെയ്തത്. അപ്പോൾ ശീതസമരം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുമ്പോൾ ഒറ്റ പോയിന്റ് പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. വേറൊന്നും കിട്ടിയില്ലെങ്കിൽ ഒറ്റ പോയിന്റ് ഓർത്തിരിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ മുതലാളിത്ത രാജ്യങ്ങളെ കീഴടക്കുമോ എന്നുള്ള ഒരു ഭയം മുതലാളിത്ത രാജ്യങ്ങൾക്കുണ്ടായിരുന്നു. ഇത് ശീതസമരത്തിന്റെ കാരണമായി. അതുകൂടാതെ കിഴക്കൻ യൂറോപ്പിൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായ വളർച്ചയും അതുകൂടാതെ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടിയ വിജയവും ഒക്കെ അവരെ ചൊടിപ്പിച്ച ഒരു കാര്യമാണെന്നുള്ള കാര്യവും പ്രധാനമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ പോയിന്റ് വൈസ് ആണ് പറഞ്ഞത്. ഇനി നമ്മൾ ആ ഒരു ടെക്സ്റ്റിൽ ഉള്ള കാര്യങ്ങളും കൂടുതലായിട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. അത് പഠിക്കണമെന്നല്ല പറഞ്ഞത്, അത് നന്നായിട്ട് പഠിക്കണം. കൂടാതെ ഈ പോയിന്റ്സ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുകയും കൂടെ ചെയ്യണം. ഓക്കെ, ഇനി ശീതസമരത്തിന്റെ ആദ്യഘട്ടത്തിലെ പോളണ്ട് പ്രശ്നം എന്താണെന്നാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പോളണ്ട് എന്ന് പറയുന്ന രാജ്യത്തിന് മേല്, ആ ഒരു സ്ഥലത്തിന് മേല് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മറ്റു രാജ്യങ്ങൾക്കൊക്കെ പ്രധാന ആകർഷണം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കോളനികളെ പിടിച്ചടക്കാനായിട്ടാണ് ആളുകൾ ശ്രമിച്ചിരുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ പോളണ്ടിനെ ഒരു കോളനി ആക്കാനായിട്ട് പല രാജ്യങ്ങളും അല്ലെങ്കിൽ പല രാഷ്ട്രങ്ങളും ശ്രമിച്ചിരുന്നു. 1939 ഹിറ്റ്ലറുടെ സൈന്യം പോളിഷ് ഇടനാഴി ആക്രമിച്ച് കടന്നപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. കാരണം പോളണ്ട് ഒരു രാഷ്ട്രവും അത് പോളണ്ട് കൈക്കലാക്കുന്നതിന് മറ്റു രാജ്യങ്ങൾ എതിരായിരുന്നു.
കാരണം ആ പോളണ്ട് കൈക്കലാക്കി കഴിഞ്ഞാൽ പല രീതിയിലുള്ള മെച്ചങ്ങളും ആ രാജ്യങ്ങൾക്ക് ഉണ്ടാകുമെന്ന ഒരു ബോധം മറ്റു രാഷ്ട്രങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ജർമ്മനി അത് പിടിച്ചെടുക്കാൻ നിന്നപ്പോൾ ആ ജർമ്മനിക്കെതിരെ മറ്റു രാഷ്ട്രങ്ങൾ യുദ്ധത്തിനൊരുങ്ങുകയാണ് ചെയ്തത്. പക്ഷെ എന്ത് പറ്റി? പൂർണ്ണമായും പോളണ്ട് സോവിയറ്റ് സൈന്യത്തിൽ ചേരുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ സോവിയറ്റ് യൂണിയനോട് പാശ്ചാത്യ മുതലാളിത്ത രാഷ്ട്രങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു ശത്രുത കൂടാനായിട്ട് ഈ പോളണ്ട് പ്രശ്നം കാരണമായി. കാരണം പോളണ്ട് എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനോട് ചേർന്നപ്പോൾ അത് പാശ്ചാത്യ രാജ്യങ്ങളെ അല്ലെങ്കിൽ മുതലാളിത്ത രാഷ്ട്രങ്ങളെ പ്രകോപിപ്പിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. പോളണ്ടിന്റെ മേലുള്ള സോവിയറ്റ് ആധിപത്യം ശീതസമരത്തിന്റെ ഉത്ഭവത്തിന് വഴിതെളിച്ച ഒരു പ്രധാന കാരണമായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. കാരണം പോളണ്ട് എന്ന് പറയുന്ന രാഷ്ട്രത്തിന് മേലെ ആളുകൾക്ക് മറ്റു രാഷ്ട്രങ്ങൾക്കൊരു ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ജർമ്മനി അത് പിടിച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ മറ്റു രാഷ്ട്രങ്ങൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. കാരണം ആ പോളണ്ട് മറ്റാരുടെയും പിടിയിൽ ഒതുങ്ങുന്നതിനെതിരെ മറ്റു രാഷ്ട്രങ്ങൾക്കും ഒരു വിയോജിപ്പാണ് ഉണ്ടായിരുന്നത്. കാരണം പോളണ്ട് ഒരു രാഷ്ട്രത്തിന് കീഴിലാണെങ്കിൽ ആ രാഷ്ട്രത്തിനുണ്ടാവുന്ന മെച്ചം എത്രത്തോളം ആയിരുന്നെന്ന് അവർക്ക് അറിയായിരുന്നു. പക്ഷേ പോളണ്ട് എന്ത് ചെയ്തു? സോവിയറ്റ് യൂണിയനുമായി ചേർന്നു. അത് മറ്റു രാഷ്ട്രങ്ങളെ, മുതലാളിത്ത രാഷ്ട്രങ്ങളെ ചൊടിപ്പിച്ചു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ആ പോളണ്ടിന് മേലെ സോവിയറ്റ് യൂണിയനുണ്ടായ ആധിപത്യം ഈ ശീതസമരത്തിന് വഴിതെളിച്ച ഒരു പ്രധാന കാരണമായിരുന്നെന്നും ഓർത്തു വെക്കുക. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? പോളണ്ട് പ്രശ്നം എങ്ങനെയാണ് ശീതസമരത്തിന് കാരണമായെന്നുള്ള കാര്യം മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, ഇനി ശീതസമര കാലഘട്ടത്തിലെ ഡേറ്റാൽഡ് എന്ന് പറയുന്ന ഘട്ടം എന്താണ് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ ഡേറ്റാൻഡ് എന്ന് പറയുന്ന ഘട്ടം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യന്. സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഈ ഘട്ടമാണ് ഡേറ്റാൻഡ് ഘട്ടം എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം അല്ലെങ്കിൽ പിരിമുറുക്കം കുറയ്ക്കുക എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു പദം പറയപ്പെടുന്നത് കേട്ടോ. കിഴക്ക് പടിഞ്ഞാറ് സംഘർഷം കുറയ്ക്കലാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് സോവിയറ്റ് യൂണിയനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേറ്റാൻഡ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ ഒരു രാജ്യങ്ങൾ കടന്നത്. അപ്പോൾ ശീതസമരം അവസാനിച്ചില്ലെങ്കിലും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു പരസ്പര ധാരണ വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു തത്വം കൊണ്ട് കഴിഞ്ഞു. കാരണം ആ ഒരു പിരിമുറുക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങളും ഈ ഡേറ്റാൻഡ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തില് അവർ ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയൻ തമ്മിലുള്ള ഒരു സംഘർഷം, ആ ഒരു പിരിമുറുക്കമൊക്കെ അവിടെ കുറയുകയാണ് ഉണ്ടായത്. പിന്നെ ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കുക എന്ന് പറയാം, ശീതസമരം അവസാനിച്ചില്ലെങ്കിലും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണ വർദ്ധിച്ചു എന്നുള്ള കാര്യം അടയാളപ്പെടുത്തി വെക്കണേ, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പിന്നെ അമേരിക്കൻ പ്രസിഡന്റായ നിക്സൺ ആണ് ഇതിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത്. അതായത് ഡേറ്റാൻഡ് എന്ന് പറയുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ ആ ഒരു തന്ത്രം, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പിരിമുറുക്കം കുറയ്ക്കാനായിട്ട് ഇങ്ങനെ ഒരു തന്ത്രം ആവിഷ്കരിച്ചത് അമേരിക്കൻ പ്രസിഡന്റായ നിക്സൺ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. ഈ കാലഘട്ടത്തിൽ USA-യും ചൈനയും തമ്മിലുള്ള ബന്ധം വളർന്നു. പ്രസിഡന്റ് നിക്സണും ഹെൻറി കാസിംഗറും ചൈനയുമായുള്ള പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ ശ്രമിച്ചു. ചൈന UN-ൽ പ്രവേശിക്കപ്പെട്ടു. അപ്പോൾ ഈ ഡേറ്റാൻഡ് ഘട്ടം എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുവാനായിട്ടുണ്ടായ ഒരു ഘട്ടമായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുക. അതിന് രാജ്യങ്ങൾ തമ്മിലുള്ള, അതായത് സോവിയറ്റ് യൂണിയൻ അമേരിക്കൻ തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല പദ്ധതികളും അവർ ആവിഷ്കരിച്ചു. അവരൊരു നയം അല്ലെങ്കിൽ ഒരു സമാധാന നയം രൂപീകരിക്കാനായിട്ട് ശ്രമിച്ചു. നിക്സൺ ആണ് ഇതിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്. അതുകൂടാതെ ചൈനയുമായിട്ടും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ ആയിട്ടുള്ള ബന്ധം ഇത് വർദ്ധിപ്പിച്ചു എന്നുള്ള കാര്യവും മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ഇതൊരു വൺ വേർഡ് ആയിട്ട് ചോദിച്ചു കണ്ടത് നിക്സൺ എന്നൊരു ആരാണ് ഡേറ്റാൻഡ് എന്ന് പറയുന്ന ഒരു ഘട്ടം തുടങ്ങി വെച്ചത്, അതിന്റെ ഉപജ്ഞാതാവ് ആരാണെന്നൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായ നിക്സൺ ആണ് അതിന്റെ ഉപജ്ഞാതാവ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് പ്രധാനമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഇനി എന്താണ് നവീന ശീതസമരം എന്നറിയപ്പെടുന്നത്? എന്തെല്ലാം രീതിയിലാണ് ഇത് ശീതസമരത്തിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ശീതസമരം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുകൂടാതെ നവീന ശീതസമരം അല്ലെങ്കിൽ ന്യൂ കോൾഡ് വാർ എന്നറിയപ്പെടുന്നത് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. അത് കോൾഡ് വാറുമായിട്ട് എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ള കാര്യമാണ് ഇനി ഇവിടെ പറയുന്നത്. ഹെലൻസ്കി സമ്മേളനത്തിന് ശേഷം USA-യും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബന്ധം വഷളാവുകയാണ് ഉണ്ടായത്. ഹെലൻസ്കി സമ്മേളനം എന്ന് പറയുന്നത് ഒരു സമുദ്ര പരിസ്ഥിതി സമ്മേളനമായിരുന്നു. അതായത് ബാൾട്ടിക് കടലിലെ പരിസ്ഥിതി മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ആളുകള്, അതായത് പല രാജ്യങ്ങൾ കൂടിച്ചേർന്ന്
സമ്മേളിക്കുകയും ആ സമുദ്രത്തിലെ പരിസ്ഥിതി മലിനീകരണം എങ്ങനെ തടയാമെന്നുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് നിർദ്ദേശങ്ങളും ഒക്കെയാണ് ഹെൽസിങ്കി സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ സമ്മേളനത്തിന് ശേഷം USA-യും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബന്ധം വഷളാവുകയാണ് ഉണ്ടായത് എന്ന് ഓർത്ത് വെക്കുക. 1980-കളില് ശീതസമരം തിരിച്ചു വരുന്നതിന്റെ സാധ്യതകൾ കണ്ടു തുടങ്ങി. കാരണം അവര് ഒരു രീതിയിൽ ഒന്ന് രമ്യതപ്പെട്ട് വരികയായിരുന്നു അല്ലെ. നിക്സന്റെ ഒരു ആഭിമുഖ്യത്തിൽ അവരൊന്ന് ഒരു രീതിയിൽ ഒന്ന് സംഘർഷവും പിരിമുറുക്കവും ഒക്കെ മാറ്റി വരികയായിരുന്നു. പക്ഷെ ഹെൽസിങ്കി എന്ന് പറയുന്ന സമ്മേളനത്തിന് ശേഷം, ആ ഹെൽസിങ്കി സമ്മേളനം എന്ന് പറയുന്നത് നമ്മുടെ സമുദ്രത്തിലെ പരിസ്ഥിതി മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയ ഒരു സമ്മേളനമാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. അതിനെക്കുറിച്ച് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, 1980-കളിൽ ശീതസമരം തിരിച്ചു വരുന്നതിന്റെ സാധ്യതകൾ ഇതുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അത് ഈ പുതിയ പ്രതിസന്ധിയാണ് ന്യൂ കോൾഡ് വാർ എന്നറിയപ്പെടുന്നത്. അപ്പം ഹെൽസിങ്കി സമ്മേളനത്തിന് ശേഷം USA-യും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ഒരു പ്രതിസന്ധി കൂടുതൽ വഷളായി. ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ന്യൂ കോൾഡ് വാർ എന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക, അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ. പിന്നെ ഇതൊരു പ്രത്യയശാസ്ത്രപരമായ ഒരു സംഘടനമായിരുന്നില്ല, മറിച്ച് രാഷ്ട്രീയ ശക്തികൾ തമ്മിലുള്ള അധികാര സന്തുലനവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. അധികാര സന്തുലനവുമായി ബന്ധപ്പെട്ട ഒരു ഘടകമായിരുന്നു ന്യൂ കോൾഡ് വാർ എന്നറിയപ്പെടുന്നത്. ഇതൊരു പ്രത്യയശാസ്ത്രപരമായ സംഘടനമായിരുന്നില്ല, മറിച്ച് അധികാര സന്തുലനവുമായി ബന്ധപ്പെട്ട ഒരു സമരമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ പുതിയ ശീതസമര കാലഘട്ടത്തിൽ PRC എന്ന പുതിയൊരു രാഷ്ട്രീയ സംഘം രൂപീകരിച്ചു എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. 1979-ല് അഫ്ഗാനിസ്ഥാനുമായി ഉണ്ടായ സോവിയറ്റ് ആക്രമണം ഒരു പുതിയ വഴിത്തിരിവായിരുന്നു. രണ്ട് രാഷ്ട്രങ്ങളും അവരുടെ സ്വാധീനം യൂറോപ്പിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു. അതായത് നമ്മൾ പറഞ്ഞു സോവിയറ്റ് യൂണിയനെ അമേരിക്കനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഈ ഒരു ന്യൂ കോൾഡ് വാർ സമയത്ത് അവരുടെ ആധിപത്യം രാജ്യത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അഫ്ഗാനിസ്ഥാനുമായിട്ടുണ്ടായ ഒരു സോവിയറ്റ് യൂണിയന്റെ ആക്രമണം ഇതിന് തെളിവായിരുന്നു. അതുപോലെ കൂടാതെ അഫ്ഗാനിസ്ഥാനില് സോവിയറ്റ് യൂണിയൻ അവർക്ക് താല്പര്യമുള്ള ഒരാളെ പ്രസിഡന്റ് ആയിട്ട് നിയമിച്ചു. അപ്പൊ അതും നമ്മുടെ അമേരിക്കയെ വളരെയധികം പ്രകോപിപ്പിച്ച ഒരു കാര്യമാണ്. ഏതാണ്ട് 1 ലക്ഷത്തോളം സോവിയറ്റ് സൈനികരെ അഫ്ഗാനിസ്ഥാനിൽ നിലനിർത്തി ഈ കാലഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ SDI എന്ന ആയുധ കരാർ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ന്യൂ കോൾഡ് വാറിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഹെൽസിങ്കി സമ്മേളനത്തിന് ശേഷം USA-യും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ഒരു സംഘടന വഷളായി എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ ബന്ധം വഷളായി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ ഒരു ന്യൂ കോൾഡ് വാർ എന്ന് പറയുന്നത് അധികാര സന്തുലനവുമായി ബന്ധപ്പെട്ട ഒരു സമരമായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നീട് യൂറോപ്പിന് പുറത്തേക്ക് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തന്റെ അധികാര ശക്തികൾ വ്യാപിപ്പിക്കാൻ ശ്രമിച്ചു. സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുകയും അഫ്ഗാനിസ്ഥാനിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. 1 ലക്ഷത്തോളം പടയാളികൾ അടങ്ങിയ ഒരു സൈന്യത്തെ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയന് നിലനിർത്തി എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മാത്രമേ ന്യൂ കോൾഡ് വാറിൽ നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പം ജസ്റ്റ് പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ചുകൂടി വിപുലമായിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സാമിന് ആൻസർ എഴുതാം. ഓക്കെ, ഇപ്പൊ ന്യൂ കോൾഡ് വാറിനെ കുറിച്ച് മാത്രം ചോദിച്ചിട്ടുള്ളെങ്കിൽ അത് കൂടുതൽ മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത് കോൾഡ് വാർ എന്താണെന്ന് ഒക്കെ എഴുതിക്കൊണ്ട് നമുക്ക് ഈ ന്യൂ കോൾഡ് വാറിലേക്ക് വരാം കേട്ടോ. അപ്പൊ ന്യൂ കോൾഡ് വാർ എന്താണെന്ന് ആദ്യം ജസ്റ്റ് എഴുതി വെച്ചിട്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ശീതസമരം എന്താണെന്നും അതുപോലെ നമ്മുടെ ബാക്കിയുള്ള സോവിയറ്റ് യൂണിയനെ കുറിച്ചും അമേരിക്കനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് നമുക്ക് പിന്നീട് ന്യൂ കോൾഡ് വാറിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക്, ഈ അഫ്ഗാനിസ്ഥാനെ പിടിച്ചടക്കിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ വിപുലമായിട്ട് കുറച്ചുകൂടെ കൂടുതൽ പേജസ് ഉൾപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് വിപുലമായിട്ട് ആൻസറുകൾ എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ ആൻസറുകൾ എഴുതിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കീ പോയിന്റ്സ് ആണ് പറഞ്ഞെങ്കിലും അത് നമ്മൾ വിശദീകരിച്ച് വേണം ആൻസേഴ്സ് എഴുതാൻ. ഓക്കെ, ഇനി എന്താണ് മാർഷൽ പ്ലാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പൊ മാർഷൽ പ്ലാൻ എന്ന് പറയുന്നത്, അപ്പൊ നമ്മൾ ഇവിടെ എല്ലാം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ മാർഷൽ പ്ലാൻ എന്ന് പറയുമ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജനറൽ മാർഷൽ ആണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് എന്നുള്ള കാര്യം പ്രധാനമായിട്ട് മാർഷൽ പ്ലാനിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഓർത്തു വെക്കണം. കാരണം ആ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലേ, മാർഷൽ പ്ലാൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട് മാർഷൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചതെന്നുള്ളത്. അപ്പോൾ ആ ഒരു പോയിന്റ് പ്രത്യേകം എഴുതി വെക്കണം കേട്ടോ. ഞാനൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. വളരെ ഈസിയും കൂടിയാണ്. നമുക്ക് ഈ മാർഷൽ പ്ലാൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ആ വ്യക്തിയുടെ പേരും കൂടെ ഉള്ളത് കൊണ്ട് നമുക്കത് കൂടുതൽ കണക്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും.
ഇനി കമ്മ്യൂണിസ്റ്റ് ഒതുക്കി നിർത്തുന്നതിന് വേണ്ടി അമേരിക്ക ആവിഷ്കരിച്ച സാമ്പത്തിക തന്ത്രമാണ് മാർഷൽ പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ഒരു സാമ്പത്തിക തന്ത്രമായിരുന്നു മാർഷൽ പദ്ധതി എന്നുള്ളത് എഴുതി വെക്കുക. സാമ്പത്തിക തന്ത്രം എന്നുള്ളത് അടിയിൽ ഒരു അടിവരയിടുക. അപ്പോൾ ഈ അമേരിക്ക എന്ത് ചെയ്തു? സാമ്പത്തിക സഹായം യൂറോപ്പിലെ മറ്റ് പല രാജ്യങ്ങൾക്ക് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ വാഗ്ദാനം ചെയ്തുകൊണ്ട് അമേരിക്കയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ഇതാണ് മാർഷൽ പ്ലാൻ എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത്രയും കാര്യം ഞാൻ മനസ്സിലാക്കി വെക്കാം. കമ്മ്യൂണിസ്റ്റ് ഒതുക്കി നിർത്തുന്നതിന് വേണ്ടി അമേരിക്ക ആവിഷ്കരിച്ച സാമ്പത്തിക തന്ത്രമായിരുന്നു മാർഷൽ പ്ലാൻ. സാമ്പത്തിക സഹായം നൽകി പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളെ തങ്ങളോടൊപ്പം നിലനിർത്താൻ അമേരിക്ക ഈ പദ്ധതിയിലൂടെ ശ്രമിച്ചു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജനറൽ മാർഷൽ ആണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പുനർനിർമ്മിക്കാനായി സാമ്പത്തിക സഹായം നൽകാൻ അമേരിക്ക തയ്യാറാണെന്ന് മാർഷൽ പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ സോവിയറ്റ് യൂണിയനെതിരെ NATO, നാറ്റോ എന്ന് പറയുന്ന ഒരു സൈനിക സഖ്യത്തെയും അമേരിക്ക രൂപീകരിച്ചു. അപ്പൊ മാർഷൽ പ്ലാൻ എന്ന് പറയുമ്പോൾ ജനറൽ മാർഷൽ ആണ് ഇത് ഉണ്ടാക്കി പദ്ധതി ആവിഷ്കരിച്ചെന്ന് ഓർക്കുക. അമേരിക്ക മറ്റ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതായിരുന്നു ഇതിന്റെ ഒരു ആവിഷ്കാര തന്ത്രം എന്നതും കൂടെ ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്തത് ബെർലിൻ ഉപരോധം എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ്. അപ്പൊ ബെർലിൻ എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഒരു സ്ഥലമാണ് കേട്ടോ. ബെർലിൻ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. കാരണം ബെർലിൻ ഉപരോധം എന്ന് പറയുമ്പോൾ എന്താണെന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ബെർലിൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു സ്ഥലത്തിന്റെ പേരാണ്. ജർമ്മനിയിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ബെർലിൻ എന്ന് പറയുന്നത്. പാശ്ചാത്യ സഖ്യങ്ങൾക്ക് ഒരു സാമ്പത്തിക നവീകരണം ആവശ്യമായി വന്നു. പക്ഷെ സോവിയറ്റ് യൂണിയന് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ബെർലിനും പാശ്ചാത്യ മേഖലകളുമായി കരമാർഗവും ജലമാർഗവും റെയിൽവേ വഴിയുമുള്ള എല്ലാ ഗതാഗതങ്ങളും സോവിയറ്റ് നിരോധിച്ചിരുന്നു. അപ്പോൾ ഈ ബെർലിൻ ഉപരോധം എന്ന് പറയുന്നത് ബെർലിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഗതാഗതവും മറ്റ് ചരക്കുകൾ കൊണ്ടുപോകുന്നതും ഒക്കെ നിരോധിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയൻ ഒരു ഉപരോധം എന്ന് പറയുന്നത് അതൊക്കെ നിരോധിച്ചു. കാരണം അവരുടെ അവിടെ സ്വതന്ത്രമായിട്ട് ആളുകൾ കയറി ഇറങ്ങി നടക്കുന്നതും ചരക്കുകളും വ്യാപാരങ്ങളും ഒക്കെ നടക്കുന്നതിനെയെല്ലാം നിരോധിച്ചു കൊണ്ട് ഉള്ള ഒരു പദ്ധതിയാണ് ബെർലിൻ ഉപരോധം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സോവിയറ്റ് യൂണിയനാണ് ഇങ്ങനെ ജലമാർഗവും റെയിൽവേ വഴിയും കരമാർഗവും ഒക്കെ ആയിട്ടുള്ള ബെർലിന്റെ എല്ലാ ഗതാഗത മാർഗങ്ങളും നിരോധിച്ചത്. ജർമ്മനിയോ മറ്റേതെങ്കിലും യൂറോപ്യൻ രാഷ്ട്രങ്ങളോ ബ്രൂസൽ സംഖ്യയിൽ ഒപ്പുവെക്കുന്ന രാഷ്ട്രങ്ങളെ ആക്രമിക്കുന്ന പക്ഷം ആ രാജ്യങ്ങൾക്ക് ആ വ്യവസ്ഥ സംരക്ഷണം വാഗ്ദാനം ചെയ്തിരുന്നു. സോവിയറ്റ് യൂണിയന്റെ പേര് നേരിട്ട് പരാമർശിച്ചില്ലെങ്കിലും ബ്രൂസൽ സഖ്യം യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയനെതിരായിരുന്നു, ജർമ്മനിക്ക് എതിരായിട്ട് ആയിരുന്നില്ല. അപ്പോൾ ബെർലിൻ ഉപരോധം എന്ന് പറയുന്നത് ബെർലിൻ എന്ന് പറയുന്ന ജർമ്മനിയിലെ പ്രദേശത്തെ സോവിയറ്റ് യൂണിയൻ ഉപരോധിച്ചു എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അപ്പോൾ അവർക്ക് ആവശ്യമായ ഭക്ഷണമോ വസ്ത്ര സാധനങ്ങളോ ഒന്നും അവർക്ക് ലഭ്യമാകാതെ ഇരുന്നു. കാരണം നമുക്കിപ്പം നമ്മുടെ കേരളത്തെ ആരെങ്കിലും ഉപരോധിച്ചു കഴിഞ്ഞാൽ ആ കേരളത്തിലേക്ക് ആളുകൾക്ക് ചരക്കുകൾ ഒന്നും തിരിച്ചു കൊണ്ടുപോകാനോ സാധിക്കാത്ത ഒരു അവസ്ഥ വരും. നമുക്കറിയാം നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒരുപാട് ഭക്ഷ്യവസ്തുക്കളൊക്കെ പുറത്തെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പുറത്തെയുള്ള സംസ്ഥാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് കിടക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് ഭക്ഷ്യ ദൗർലഭ്യം ഏർപ്പെടാനും അതുപോലെ തന്നെ ആ മരുന്നിനും മറ്റാവശ്യങ്ങൾക്കും ഒക്കെ നമുക്ക് ഗതിയില്ലാതെയാവും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ബെർലിനും ഉണ്ടായി. അപ്പോൾ ബെർലിനെ സോവിയറ്റ് യൂണിയൻ ഉപരോധിച്ചു എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അതുപോലെ തന്നെ ബ്രൂസൽ സഖ്യം എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയന് എതിരായിട്ടുണ്ടായിരുന്നതായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. അപ്പൊ അതധികം ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും പഠിച്ചിരിക്കുക. കാരണം നമ്മുടെ എക്സാംസിനൊക്കെ ഓരോ ക്വസ്റ്റ്യൻസും പണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ മാറിയിട്ട് പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ശീതസമരം എന്താണെന്നും ന്യൂ കോൾഡ് വാർ എന്താണെന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർത്തു വെക്കണം. ശീതസമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ബെർലിൻ ഈ മാർഷൽ പ്ലാനും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. അപ്പൊ അത് ശീതസമരവും ന്യൂ കോൾഡ് വാറും മനസ്സിലാക്കി വെക്കുകയും പഠിച്ചു വെക്കുകയും ചെയ്യണം. ഇനി ശീതസമര കാലഘട്ടത്തിലെ സൂയസ് കനാൽ പ്രതിസന്ധി എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ സൂയസ് കനാൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കടൽ മാർഗം അവർക്ക് സഞ്ചരിക്കാനുള്ള ഒരു പാതയായിട്ടാണ് സൂയസ് കനാല് നിലകൊള്ളുക. അപ്പൊ ശീതസമര കാലത്തുണ്ടായ സൂയസ് കനാൽ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചു കണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1952 കേണൽ അബ്ദുൽ നാസർ, ജനറൽ മുഹമ്മദ് നഗീബ് എന്നിവർ ചേർന്ന് രക്തരഹിതമായ ഒരു അട്ടിമറിയിലൂടെ ഈജിപ്തിന് അധികാരം പിടിച്ചെടുത്തു. അപ്പോൾ കേണൽ അബ്ദുൽ നാസറും അതുപോലെ തന്നെ മുഹമ്മദ് നഗീബും എന്ന് പറയുന്നതും ഈജിപ്ഷ്യൻ പൗരന്മാരായിരുന്നു. അപ്പൊ അവര് രാജാധികാരം ഒരു അട്ടിമറിയിലൂടെ അവര് ഈജിപ്തിന്റെ അധികാരം പിടിച്ചെടുക്കുകയുണ്ടായി.
പിന്നെ മുഴുവൻ അധികാരവും സ്വന്തം കൈകളിൽ ഉറപ്പിച്ച നാസർ അറബികളുടെ ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊണ്ടു. കാരണം ഈജിപ്തിലാണെങ്കിലും നസീറും അതുപോലെ തന്നെ മുഹമ്മദ് നഗീബും ഒക്കെ മുസ്ലിംസ് ആയിരുന്നു. അപ്പോൾ മുസ്ലിംസ് രാജ്യങ്ങളായ അറബ് രാജ്യങ്ങളോട് അവർക്ക് ഒരു ഐക്യം അല്ലെങ്കിൽ അവർക്ക് അതിനോടൊരു സഹിഷ്ണുത ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി മുഹമ്മദ് നാസറും അതുപോലെ അബ്ദുൽ നാസറും അതുപോലെ മുഹമ്മദ് നഗീബും ഒക്കെ നിലകൊണ്ടു. പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയാണ് ഇസ്രായേലിനെ നേതൃത്വമെന്ന് നാസർ മനസ്സിലാക്കി. അതിനാൽ ബ്രിട്ടനും ഫ്രാൻസിനുമെതിരെ ആക്രമണോത്സുകമായ ഒരു നയം അദ്ദേഹം സ്വീകരിച്ചു. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഈജിപ്തിന്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. 1955 സെപ്റ്റംബറിൽ നാസർ സോവിയറ്റ് യൂണിയനുമായി ഒരു ആയുധ ഉടമ്പടി ഉണ്ടാക്കി. ഇത് അമേരിക്കയുടെ വിദ്വേഷത്തിനിടയാക്കി. ഈജിപ്ത് നൈൽ നദിയിൽ കെട്ടിക്കൊണ്ടിരുന്ന അസ്വാൻ കണക്കെട്ടിനുള്ള സാമ്പത്തിക സഹായം നിർത്തിവെച്ചുകൊണ്ട് അമേരിക്ക പ്രതിഷേധിച്ചു. അപ്പോൾ നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ അമേരിക്ക രണ്ട് ചേരികളായിട്ട് നിലനിന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലെ. അപ്പോൾ ഈ അബ്ദുൾ നാസർ നമ്മുടെ ഈജിപ്തിലെ ഭരണം കൈയടക്കിയതിനു ശേഷം സോവിയറ്റ് യൂണിയനുമായിട്ട് ഒരു സഖ്യമുണ്ടാക്കി. അവര് ഒരു ആയുധ ഉടമ്പടിയൊക്കെ ഉണ്ടാക്കി. അപ്പൊ അതെന്ത് ചെയ്തു, ഈജിപ്തിനെയും കൂടെ അമേരിക്കയുടെ വിദ്വേഷ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് അത് കാരണമായി. കാരണം തങ്ങളുടെ ശത്രു രാജ്യത്തോട് ഉൾച്ചേർന്ന് ഒരു ഉടമ്പടി ഉണ്ടാക്കിയ ഈജിപ്തിനെ അമേരിക്കയും ശത്രുവായിട്ട് കണ്ടു. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ കാണും അല്ലെ. നമുക്കറിയാലോ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ നമ്മുടെ ഒരു ഫ്രണ്ട് ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫ്രണ്ടിനെ ഇഷ്ടമല്ലാതാവും. നമുക്ക് അവളോട് നമ്മൾ പറയെങ്കിലും ചെയ്യും അല്ലെ, എന്തിനാ അവളുടെ കൂടെ കൂടിയത്, അവൾ എന്റെ ശത്രു അല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, അമേരിക്കയും ഈജിപ്തിനെതിരെ ഒരു വിദ്വേഷം അവർക്കിടയിൽ ഉണ്ടായി. അവരെന്ത് ചെയ്തു, നമ്മുടെ മുതലാളിത്ത രാജ്യമായ അമേരിക്ക ഈജിപ്തില് ഒരു അസ്വാൻ എന്ന് പറയുന്ന ഒരു അണക്കെട്ട് നിർമ്മിക്കാനായിട്ട് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സോവിയറ്റ് യൂണിയനുമായിട്ട് ഈജിപ്ത് ഒരു സഖ്യം ചേർന്ന് കഴിഞ്ഞപ്പോൾ അമേരിക്ക എന്ത് ചെയ്തു, ആ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പണം കൊടുക്കാതെയായി. അത് ഈ അബ്ദുൾ നാസറിനെ ചൊടിപ്പിച്ച ഒരു കാര്യമായി. അപ്പൊ അതിനെതിരെ അദ്ദേഹം പ്രതികരിച്ചു. 1936 ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നിയന്ത്രണത്തിലായിരുന്ന സൂയസ് കനാൽ അദ്ദേഹം ദേശസാൽക്കരിച്ചു. ദേശസാൽക്കരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സൂയസ് കനാൽ ഈജിപ്തിന്റെ ഭാഗമാക്കിയിട്ട് അദ്ദേഹം ഈജിപ്തിന്റെ ഭാഗമാക്കി അദ്ദേഹം മറ്റുള്ള ആളുകളെ അതിലേക്ക് കടന്നു പോകുന്നതിനെ നിരോധിച്ചു. അപ്പോൾ അതിൽ പ്രകോപിതനായ ബ്രിട്ടനും ഫ്രാൻസും ഇസ്രായേലും ചേർന്ന് 1956 ഒക്ടോബർ 29 ഈജിപ്തിനെ ആക്രമിച്ചു. അത് ലോകത്താകമാനം പ്രതിഷേധമുയർത്തി. സോവിയറ്റ് യൂണിയനും അമേരിക്കയും യുദ്ധത്തിനെതിരെ ശക്തമായ രംഗത്ത് വന്നു. ഇസ്രായേലിനും ഈജിപ്തിന്റെയും അതിർത്തികൾക്കിടയിൽ UN സമാധാന പരിപാലന സേന നിലയുറപ്പിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങി ബ്രിട്ടനും ഫ്രാൻസും യുദ്ധത്തിൽ നിന്ന് പിന്മാറി. അപ്പൊ സൂയസ് കനാലിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മള് അബ്ദുൾ നാസറും മുഹമ്മദ് നഗീബ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ഈജിപ്ത് കൈയടക്കിയത് മുതൽ തുടങ്ങിയാണ്. അറബികളോട് അവര് സഹിഷ്ണുത പുലർത്തിയിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തോട് അവർക്ക് ഒരു എതിർപ്പുണ്ടായിരുന്നു. കാരണം അറബികളുടെ എതിർപ്പ് ഇസ്രായേലിനെതിരെ ഉണ്ടായതുകൊണ്ട് ഈ ഈജിപ്തിലുണ്ടായിരുന്ന അബ്ദുൾ നാസറിനും അതുപോലെ തന്നെ മുഹമ്മദ് നഗീബിനും ഒക്കെ ഇസ്രായേലിനോട് ഒരു എതിർപ്പുണ്ടായിരുന്നു. അവര് സോവിയറ്റ് യൂണിയന്റെ കൂട്ടുപിടിച്ച് ഒരു ഉടമ്പടി ഉണ്ടാക്കി. അത് അമേരിക്കക്കാരെ ചൊടിപ്പിച്ചു. അമേരിക്ക എന്ത് ചെയ്തു, അണക്കെട്ട് നിർമ്മിക്കാനുള്ള ഒരു പണം കൊടുക്കുന്നത് നിർത്തി. അത് ഈജിപ്തുകാരെ പ്രത്യേകിച്ച് നാസറിനെ ശക്തമായിട്ട് ബാധിച്ചു. അദ്ദേഹം പ്രതിരോധിച്ചു. 1936 ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നിയന്ത്രണത്തിലായിരുന്ന സൂയസ് കനാല് ദേശസാൽക്കരിച്ചു എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. പിന്നെ ബ്രിട്ടനും ഫ്രാൻസും ഇസ്രായേലും ചേർന്ന് 1956 ഈജിപ്തിനെ ആക്രമിച്ചു എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അപ്പം ഈജിപ്തിനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അത് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് വളരെ പ്രതിഷേധം ഉയർത്തി. അങ്ങനെ അവസാനം യുദ്ധം തീർന്നു. അവിടെ UN സമാധാന പരിപാലന സേന ഈ ഇസ്രായേലിന്റെയും ഈജിപ്തിന്റെ അതിർത്തിക്കിടയിൽ നിലയുറപ്പിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ശീതസമരമാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൂടാതെ നമ്മുടെ മാർഷൽ ഉടമ്പടി, മാർഷൽ പ്ലാൻ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. പിന്നെ ഈ ശീതസമര കാലഘട്ടത്തിലെ രണ്ട് ചേരികൾ, സോവിയറ്റ് യൂണിയനും അമേരിക്കയുമാണ് രണ്ട് ചേരികളായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഈ രണ്ട് ചേരികളിലും മറ്റു രാഷ്ട്രങ്ങളും കൂടെ കൂടിച്ചേർന്ന് അത് ശക്തിപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്കിനി 26ാമത്തെ ചാപ്റ്റർ പഠിക്കാനില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒരു ഇൻഡ്യൂ മാർക്ക് ഇട്ട് വയ്ക്കുക. 257ാമത്തെ പേജിലാണ്. അതൊന്ന് ഇൻഡ്യൂ മാർക്ക് ഇടുക. അതൊന്നും നമുക്ക് പഠിക്കാനില്ലാത്തതാണ്. ഇനി 27ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനില്ല കേട്ടോ. അതൊന്ന് ഇൻഡ്യൂ മാർക്ക് ചെയ്യുക. ഇനി 28ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമുക്ക് പോകേണ്ടത്. 28ാമത്തെ ചാപ്റ്റർ മാത്രമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ഓക്കെ, 27ാമത്തെ ചാപ്റ്ററും 26ാമത്തെ ചാപ്റ്ററും നമുക്ക് പഠിക്കണ്ട.
മനസ്സിലായല്ലോ അല്ലെ? കിട്ടിയല്ലോ അല്ലെ? ഓക്കെ, പേജ് നമ്പർ 272 പേജ് എടുക്കുക. അപ്പോൾ നമുക്കറിയാം 20-ാം നൂറ്റാണ്ടിൽ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായ ഒരു നൂറ്റാണ്ടാണ്. 20-ാം നൂറ്റാണ്ടിൽ ഒരുപാട് ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഉയർന്നു വന്ന ഒരു കാലഘട്ടമാണ്. കാരണം നമ്മളൊക്കെ ജനിച്ചപ്പോൾ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് ഇവിടം വരെയുള്ള ഒരു കാലഘട്ടം നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി അല്ലെ? ഇന്റർനെറ്റ് വന്നു, അതുകൂടാതെ സ്മാർട്ട് TV വന്നു, മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് കാര്യങ്ങൾ വേണേലും നമുക്ക് കണ്ടെത്താനും ഒക്കെ സാധിച്ചു. അങ്ങനെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് ഇപ്പൊ വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ ക്രമേണ ഉണ്ടായതാണ്. അതുകൂടാതെ അതിന്റെ ത്വരിതഗതിയിൽ ഒരു ശാസ്ത്ര സാങ്കേതിക വളർച്ച ഉണ്ടായ കാലഘട്ടമാണ് 20-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ അച്ഛനമ്മമാരുടെ ഒരു കാലഘട്ടമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ മൊബൈലോ കമ്പ്യൂട്ടറോ ഇങ്ങനെയുള്ള ഫോണോ കാര്യങ്ങളോ ഒന്നും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല, ഇന്റർനെറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊക്കെ ജനിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കാലഘട്ടത്തിന് ഈ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടായത്. ഇപ്പൊ പ്രധാനമായിട്ട് 20-ാം നൂറ്റാണ്ടിനെ കുറിച്ച് പറയുമ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിനുണ്ടായ പുരോഗതിയൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തേണ്ടത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ 20-ാം നൂറ്റാണ്ടിലുണ്ടായ വളർച്ച പരസ്പര ബന്ധമില്ലാത്ത നേട്ടങ്ങളായിരുന്നില്ല, വിവരിക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 28 ആണ്, 20-ാം നൂറ്റാണ്ടിലെ സാംസ്കാരിക മാറ്റമാണ് അതിന്റെ ഹെഡിങ്, പേജ് നമ്പർ 272. ഓക്കെ, കിട്ടിയില്ല അല്ലെ? അപ്പോൾ 20-ാം നൂറ്റാണ്ടിലുള്ള പ്രധാന മാറ്റം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉണ്ടായ വളർച്ചയാണ്. ഇപ്പൊ 20th സെഞ്ചുറി എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം മനസ്സിലാക്കി വെക്കുക, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉണ്ടായ വളർച്ച 20-ാം നൂറ്റാണ്ടിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. വിനോദം, വിദ്യാഭ്യാസം, ആശയവിനിമയം തുടങ്ങിയ എല്ലാ മേഖലകളിലും 20-ാം നൂറ്റാണ്ടിൽ മാറ്റങ്ങൾ സംഭവിച്ചു. കാറുകള്, വിമാനങ്ങള്, റേഡിയോ, സിനിമ, TV, കാൽക്കുലേറ്റർ, കമ്പ്യൂട്ടർ, സാറ്റലൈറ്റ് തുടങ്ങിയവ ആധുനിക ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉണ്ടായ ചില നേട്ടങ്ങൾ മാത്രമാണ്. അതുകൂടാതെ ശാസ്ത്ര രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ, അതുപോലെ തന്നെ മേരി ക്യൂറി തുടങ്ങിയ ഒരുപാട് ശാസ്ത്രജ്ഞന്മാര് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനമുള്ള വ്യക്തികൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവർ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ട് ആൽബർട്ട് ഐൻസ്റ്റീനെയും അതുപോലെ തന്നെ മേരി ക്യൂറിനെയും ഒക്കെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഉണ്ടായ വളർച്ച ജനങ്ങളിൽ ഭയം ജനിപ്പിക്കാനും ഇത് കാരണമായി. മാരകമായ അണുവായുധങ്ങളുടെ നിർമ്മാണം മനുഷ്യവംശത്തിന്റെ ജീവന് തന്നെ ഭീഷണിയായി തീർന്നു. അപ്പോൾ ഈ 20-ാം നൂറ്റാണ്ടില് നല്ല കാര്യങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ യുദ്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആണവായുധങ്ങളും മറ്റ് സാങ്കേതിക വിദ്യ രീതിയിലുള്ള നിരവധി എൻഫീൽഡ് തോക്കുകൾ പോലെയുള്ള വലിയ വലിയ ആയുധങ്ങളൊക്കെയും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഈ ഫോണ്, അതുപോലെ തന്നെ ഇന്റർനെറ്റ്, മറ്റു കാര്യങ്ങളോടൊക്കെ ജനങ്ങൾക്കൊരു ഭയം ഉണ്ടാകാനും ഇത് കാരണമായി. കാരണം നമ്മൾ ജനിച്ചു വളർന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അതിനോടൊരു ഭയം ഉണ്ടാവും അല്ലെ? ഇപ്പം പണ്ടത്തെ ആളുകൾക്കൊക്കെ ഇപ്പൊ റോബോട്ടിനെ കാണുന്ന പണ്ടത്തെ ആളുകൾക്കൊക്കെ ഭയമായിരിക്കും. അപ്പൊ നമ്മള് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമയെ കണ്ടായിരുന്നു അല്ലെ? പ്രായമായ ഒരു വ്യക്തിക്ക് ഒരു മകൻ ഒരു റോബോട്ടിനെ സമ്മാനിച്ചപ്പോൾ ആദ്യം അതിനോടൊരു ഭയം തോന്നി അല്ലെ? അപ്പൊ ഇത്തരത്തില് പുതിയ ശാസ്ത്ര സാങ്കേതികതയിലുണ്ടായ മാറ്റങ്ങൾ ചില ആളുകളിൽ ഭയം ഉണ്ടാക്കുകയാണ് ഉണ്ടായത്. അതുകൂടാതെ ഈ ശാസ്ത്ര സാങ്കേതികത ഉണ്ടായ മാറ്റങ്ങൾ ഒരുപാട് രീതിയിലുള്ള ഒരു രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ കൽപ്പുള്ള രീതിയിലുള്ള ആണവ ആയുധങ്ങൾക്കും ആണവ ബോംബുകൾക്കും ഒക്കെ നിർമ്മാണത്തിന് കാരണമായി. ഇതെല്ലാം ജനങ്ങളെ ഭയപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. ഇപ്പൊ 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്ര മേഖലയില് സാങ്കേതിക മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ റേഡിയോ, അതുപോലെ തന്നെ ടെലിവിഷൻ, അതുപോലെ കാറുകൾ, വിമാനങ്ങൾ എന്നീ രീതിയിലുള്ള മാറ്റം ഉണ്ടായി. അതുകൂടാതെ ഒരുപാട് യുദ്ധവിമാനങ്ങള്, യുദ്ധപരമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ കൂടുതൽ ഉണ്ടായിട്ടുള്ള കാര്യവും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റിയ കാര്യങ്ങളാണ് കേട്ടോ. കാരണം ഒത്തിരി വലിയ കാലഘട്ടങ്ങളൊന്നും ഇല്ലാത്തൊരു ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഒരു പാഠമാണ്.
ഇനി അടുത്തെന്ന് പറഞ്ഞത് ഭൂരിഭാഗം ജനങ്ങളും മതത്തിന്റെ പേരിൽ ഇന്ന് അറിയപ്പെടുന്നുവെങ്കിലും പൊതുജീവിതത്തിൽ മതത്തിന്റെ പങ്ക് കുറഞ്ഞു വരുന്നിരുന്നു. വിവരിക്കുക. അപ്പൊ 20-ാം നൂറ്റാണ്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റിലീജിയനിലുണ്ടായ മാറ്റമാണ്. കാരണം പണ്ട് കാലത്ത് ആളുകൾക്ക് വിദ്യാഭ്യാസം ഇപ്പം ശാസ്ത്ര സാങ്കേതിക രീതിയിൽ ഇപ്പം കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സാമൂഹ്യ ശാസ്ത്രം തുടങ്ങിയ അങ്ങനെയുള്ള കുറെ വിഷയങ്ങളിലുള്ള പഠനമൊന്നും പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല. അവര് മതങ്ങളെ കേന്ദ്രീകരിച്ച് മാത്രമുള്ള പഠനങ്ങളാണ് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ നമുക്കറിയാം ഗുരുകുല സമ്പ്രദായമൊക്കെ നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിപ്പിച്ചിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഗുരുകുലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ശാസ്ത്രത്തെ കുറിച്ചോ അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തെ കുറിച്ചോ ഒന്നും വിപുലമായ പഠന ശാസ്ത്ര വിദ്യകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. മതത്തെ കേന്ദ്രീകരിച്ചുള്ള പഠനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 20-ാം നൂറ്റാണ്ടിന്റെ ഒരു ആരംഭത്തോടെ മതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്തു? മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മതത്തിൽ നിന്ന് ആളുകൾ സ്വതന്ത്രമായിട്ട് ആ ഒരു വിദ്യാഭ്യാസത്തെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണാനും മതങ്ങളിൽ നിന്ന് മാറി യുക്തിപരമായ ഒരു ചിന്താരീതിയിൽ മതമില്ലാതെ ജീവിക്കാം എന്നുള്ളൊരു ചിന്താഗതിയിൽ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് 19-20 നൂറ്റാണ്ടുകളിൽ പ്രധാന സാംസ്കാരിക സ്ഥാപനമായ മതത്തിന്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പരിധി നിശ്ചയിക്കപ്പെട്ടു. മതേതരത്വപരമായ കാഴ്ചപ്പാടുകളും മാനവികത, ദേശീയത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങളുടെ സ്വാധീനവും പല മാറ്റങ്ങളും ഈ മേഖലയിൽ കൊണ്ടുവന്നു. എന്നിരുന്നാലും കൂടുതൽ ആളുകൾ മതവിശ്വാസികളെ തന്നെ തുടർന്നു. മതങ്ങളുടെ കാഴ്ചപ്പാടുകൾ, ആശയങ്ങൾ എന്നിവ മറ്റു സാമൂഹ്യ സ്ഥാപനങ്ങളായ രാഷ്ട്രം, കല തുടങ്ങിയവയെ ഇന്ന് ബാധിക്കുന്നില്ല. ഉദാഹരണത്തിന് 1990-കളിൽ ഫ്രാൻസിൽ 30% വിവാഹങ്ങളെ പള്ളികളിൽ നടന്നിരുന്നുള്ളൂ. അപ്പോൾ ഈ 20-ാം നൂറ്റാണ്ടിലെ മതത്തിലെ പങ്കൊക്കെ കുറഞ്ഞു വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതത്തെ കേന്ദ്രീകൃതമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ക്രമേണ മാറ്റങ്ങൾ ഉണ്ടായി. അതുകൂടാതെ മതപരമായ ചിന്തകളിൽ നിന്ന് കുറെയൊക്കെ ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങി, യുക്തിപരമായ രീതിയിൽ അവർ ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. പിന്നെ മതങ്ങളുടെ കാഴ്ചപ്പാടുകൾ, ആശയങ്ങളൊക്കെ സാമൂഹ്യ സ്ഥാപനങ്ങളായിട്ടുള്ള കലയെയും അതുപോലെ തന്നെ രാഷ്ട്രത്തെയൊക്കെ ബാധിക്കാതെ, കാരണം കല എന്ന് പറയുന്നത് ഇപ്പം ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം എന്നൊക്കെ തുടങ്ങിയ കലാരൂപങ്ങളൊക്കെ ഈ ഹിന്ദുക്കളാണ് കൂടുതലായിട്ട് ചെയ്തിരുന്നത് എന്നുള്ള ഒരു ചിന്താരീതിയൊക്കെ പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 20-ാം നൂറ്റാണ്ടിന്റെ ഒരു കാലഘട്ടത്തിൽ ആ ഒരു രീതിയിൽ മുസ്ലിംസ് ഇപ്പം ദഫ്മുട്ട് പോലെയുള്ള മുസ്ലിംസിന് മാത്രം കാര്യമാണെന്നുള്ള ചില ചിന്താരീതികളൊക്കെ മാറി എല്ലാ കലകളിലെയും ആളുകളെ ഒന്നിച്ചു കാണാനും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കലകളിൽ തമ്മിലുള്ള വ്യത്യാസം മാറ്റി എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും വ്യത്യസ്തമായി അവർക്ക് ഇഷ്ടപ്പെട്ട കലകളെ തിരഞ്ഞെടുക്കുവാനും ഒക്കെ തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു 20-ാം നൂറ്റാണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. കൂടാതെ മതപരമായ ചടങ്ങുകളിൽ പെടുന്ന ഒന്നാണ് വിവാഹം എന്ന് പറയുന്നത്. ആ വിവാഹമൊക്കെ ഏകദേശം 30% മാത്രമേ പള്ളികളിൽ നടന്നിരുന്നു എന്നുള്ള കാര്യവും കൂടെ മനസ്സിലാക്കി വെക്കാം. അപ്പൊ അതെന്ന് പറയുന്നത് ഈ മതത്തിലുള്ള ആളുകളുടെ വിശ്വാസം അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകളിലൊക്കെ ആളുകൾ കൂടുതൽ പങ്കുചേരാതിരുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പൊ രജിസ്റ്റർ മാരേജ്, ഇപ്പൊ പള്ളികളിലൊക്കെ കല്യാണമൊക്കെ നടത്തുന്നതിന് പകരം നമ്മൾ രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ? മതപരമായ ആചാരങ്ങൾക്ക് പുറമെ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതിന് തെളിവാണ് ഇത്തരം രജിസ്റ്റർ മാരേജുകളും. പിന്നെ നമ്മൾ പല ജാതിയിൽപ്പെട്ട ആളുകൾ ഒന്നിച്ച് വിവാഹം കഴിക്കാനൊക്കെ തുടങ്ങി, രണ്ട് രീതിയിലും വിവാഹം നടത്താൻ തുടങ്ങി. പേളിമാണിയൊക്കെ രണ്ട് രീതിയിലും വിവാഹം നടത്തിയ വ്യക്തിയാണ് അല്ലെ? അപ്പൊ ആ ഒരു ചിന്താരീതിയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ മാറി വന്നിട്ടുണ്ട്. അപ്പൊ 20-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. 20-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ മതപരമായ ചിന്തകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 20-ാം നൂറ്റാണ്ടിൽ സാംസ്കാരിക പരിവർത്തനത്തിൽ വിദ്യാഭ്യാസത്തിന്റെയും വിദ്യാർത്ഥികളുടെയും പങ്ക് വിവരിക്കുക. അപ്പോൾ സാംസ്കാരിക പരിവർത്തനത്തിൽ വിദ്യാർത്ഥികൾക്കുണ്ടായ പങ്ക് എന്തൊക്കെയാണ്, വിദ്യാഭ്യാസം ഉണ്ടായ പങ്ക് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൽ കൂടുതൽ വിപുലമായിട്ട് ഉണ്ടായ ഒരു കാര്യമാണ്. കാരണം പല രാഷ്ട്രങ്ങളും നിർബന്ധിത വിദ്യാഭ്യാസവും അതുപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസവും ഒക്കെ നിർബന്ധമാക്കിയ ഒരു കാലഘട്ടമായിരുന്നു 20-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. അതുകൂടാതെ മതത്തെ കേന്ദ്രീകരിച്ച് മാത്രമല്ല വിവിധ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൂടെയുള്ള പഠനവും ആ 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിയിരുന്നാൽ മതി. ശാസ്ത്രീയവും മതേതരപരവുമായ അറിവിനെ ലക്ഷ്യമാക്കിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം 20-ാം നൂറ്റാണ്ടിൽ വളരെയേറെ വളർച്ച പ്രാപിച്ചു. അടയാളപ്പെടുത്തി വെക്കണേ.
വായനയിലും എഴുത്തിലും കണക്കിലും കൂട്ടലും നിപുണരാകുന്നതിലും സ്വന്തം ദേശത്തിന്റെ പാരമ്പര്യത്തിലും ചരിത്രത്തിലും അഭിമാനമുള്ളവരാക്കുന്നതിലും സ്വന്തം ദേശീയ രാഷ്ട്രത്തോട് കൂറുള്ള സമാനതകളിൽ അധിഷ്ഠിതമായ പൗരന്മാരുടെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിലും ആധുനിക വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നു. അപ്പോൾ ആധുനിക വിദ്യാഭ്യാസം എന്തിനൊക്കെയാണ് ലക്ഷ്യമിടുന്നത്? ആധുനിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ നിപുണരാകുക എന്ന് വെച്ചാൽ അതിൽ ഉന്നതമായ സ്ഥാനം കൈവരിക്കുക അല്ലെങ്കിൽ ഉന്നതമായ അറിവ് കൈവരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൂടാതെ സാമൂഹ്യ ശാസ്ത്രമൊക്കെ പഠിക്കുന്ന വഴി നമ്മൾ ദേശീയത ഉളവാക്കുക. അതായത് ആക്രമണപരമായ ദേശീയതയല്ല, എല്ലാ രാഷ്ട്രങ്ങളിലെയും അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിലെ എല്ലാ വിധ നന്മകളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ദേശീയത ഉയർത്തിയെടുക്കുവാനൊക്കെ ഈ ആധുനിക വിദ്യാഭ്യാസം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ മിക്ക പാശ്ചാത്യ രാഷ്ട്രങ്ങളിലും പൗരന്മാർക്ക് സൗജന്യ നിർബന്ധിത വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കിയത് അടയാളപ്പെടുത്തി വെക്കണം, പ്രധാനപ്പെട്ടതാണ്. പിന്നെ സ്വതന്ത്രമായ പല രാഷ്ട്രങ്ങളും പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധവുമാക്കി എന്നുള്ള കാര്യവും മനസ്സിലാക്കി വെക്കുക. ഇന്ത്യയിൽ 1980-കളിൽ ജനസംഖ്യയിൽ പകുതിയോളം നിരക്ഷരരായി തുടർന്നു. എന്നാൽ പിന്നീടുള്ള 2 ദശകങ്ങളിൽ നിരക്ഷരതാ നിരക്ക് 25% കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒരുപാട് പ്രായമായ ആളുകൾക്കൊന്നും വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. അവർക്ക് സ്വന്തമായിട്ട് ഇപ്പൊ നിരക്ഷരം എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം എഴുതുവാനോ വായിക്കുവാനോ അറിയത്തില്ലാത്ത, ഒരു ഭാഷയെങ്കിലും എഴുതുവാനോ വായിക്കുവാനോ അറിയത്തില്ലാത്ത 5 വയസ്സിൽ മുകളിലുള്ള വ്യക്തികളെയാണ് നമ്മൾ നിരക്ഷരർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഓർത്തു വയ്ക്കാൻ മതി, നിരക്ഷരരായ ഒരുപാട് ആളുകൾ നമ്മുടെ പല സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാം. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം പുതിയ വിദ്യാഭ്യാസ രീതികളൊക്കെ വന്നതിന് ശേഷം 20-ാം നൂറ്റാണ്ടിൽ ഇത്തരത്തിൽ നിരക്ഷരരായ ആളുകളുടെ എണ്ണം വളരെയധികം കുറയ്ക്കാനായിട്ട് പല രാജ്യങ്ങൾക്കും കഴിഞ്ഞു എന്നുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ്, മനസ്സിലാക്കി വെക്കണേ. പിന്നെ 20-ാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം വ്യാപകമാകാൻ തുടങ്ങി. അന്ന് വരെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. മിക്ക ആളുകൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിച്ചിരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ സർവകലാശാല വിദ്യാർത്ഥികൾ സാമൂഹികവും സാംസ്കാരികവുമായ പ്രകടനങ്ങളിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്തു. 1968 ന്യൂയോർക്കിലും സാൻ ഫ്രാൻസിസ്കോയിലും മറ്റു പാരീസ് വരെ ശക്തമായ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ കാട്ടുതീ പോലെ വളർന്നു വരികയും ചെയ്തു. അപ്പോൾ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമൊക്കെ ആളുകളുടെ ഇടയിൽ വളരെ കുറഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 20-ാം നൂറ്റാണ്ടിന് മുൻപ്. പക്ഷെ 20-ാം നൂറ്റാണ്ടിലൂടെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം കൂടുതൽ ആളുകൾക്ക് ലഭിച്ചു. അതുപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം കൂടുതൽ ആളുകളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ തന്നെ സൗജന്യ നിർബന്ധിതമായ വിദ്യാഭ്യാസം വ്യക്തികൾക്ക് നൽകാനായിട്ട് രാഷ്ട്രങ്ങൾ ശ്രമിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഈ വിദ്യാഭ്യാസം നേടുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്താ? നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ട് വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കും. കാരണം പഠിക്കാനായിട്ട് സ്കൂളിൽ പോകാത്ത ഒരു വ്യക്തിയും സ്കൂളിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയും തമ്മിലുള്ള അവരുടെ ബിഹേവിയർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് ഡിഫറൻസ് ഉണ്ടാവും. സാംസ്കാരികമായിട്ടാണെങ്കിലും ഭൗതികപരമായിട്ടായാലും ഒരുപാട് രീതിയിൽ സ്കൂളിൽ പോയ വ്യക്തികൾ ഉയർന്ന നിലവാരം പുലർത്തും. അപ്പോൾ വിദ്യാഭ്യാസം നേടിയത് ഒരു പരിധിവരെ ജനങ്ങളെ അവരുടെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അനാചാരങ്ങളിൽ നിന്നൊക്കെ പുറത്തു എടുക്കാനായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇനി 20-ാം നൂറ്റാണ്ടിൽ ലോക ഭാഷാ ഭൂപടത്തിൽ എന്തെല്ലാം രീതിയിലാണ് മാറ്റങ്ങൾ സംഭവിച്ചതെന്നുള്ള കാര്യമാണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്. ഇൻ വാട്ട് വാസ് ഡിഡ് ദ ലിംഗ്വിസ്റ്റിക് മാപ്പ് ഓൺ ദ വേൾഡ് ചേഞ്ച് ഇൻ ദ 20th century? അപ്പോൾ നമുക്കറിയാം 20-ാം നൂറ്റാണ്ടിൽ ആളുകൾക്ക് കൂടുതൽ വിദ്യാഭ്യാസം കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ടെലിവിഷനും റേഡിയോയും തുടങ്ങിയ എല്ലാ മാധ്യമങ്ങളും ഉണ്ടായി എന്നും നമ്മൾ പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്നും പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഭാഷയെയും സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ കോളനികളായിരുന്ന ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ കോളനികളിൽ ബ്രിട്ടന്റെ നേതൃത്വത്തിലും മറ്റ് ആധിപത്യ ശക്തികളുടെ നേതൃത്വത്തിലുമുള്ള ഒരു ഭരണം നിലനിന്നിരുന്നു. അപ്പൊ ഈ കോളനികളിലായിരുന്ന ആളുകൾക്ക് ക്രമേണ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ട് സാധിച്ചു. കൂടുതൽ ആളുകൾ നമ്മുടെ മെക്കാളെ മിനിറ്റ്സിലൊക്കെ വഴി ഇംഗ്ലീഷ് നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിന്റെ മാധ്യമമാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഒരു പരിധിവരെ കോളനികളായ രാജ്യങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞ ഒരു ഭാഷ പഠിക്കാനായിട്ട് തുടങ്ങി. അതുകൂടാതെ 20-ാം സെഞ്ചുറി ഒക്കെ ആയപ്പോൾ 20-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാസമ്പന്നരായ ആളുകൾ മിനിമം 2 ലാംഗ്വേജ് എങ്കിലും പഠിക്കാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങി. അപ്പം നമുക്കറിയാം, നമുക്ക് ഓൾറെഡി 3 ലാംഗ്വേജ് നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദിയും മലയാളവും നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഒരു പ്രാദേശിക ഭാഷയും ഒരു ദേശീയ ഭാഷയും ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷാ ഭൂഖണ്ഡത്തിൽ അല്ലെങ്കിൽ ഭാഷാ ഭൂപടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്.
ഭാഷാ ഭൂപടത്തിൽ വലിയ മാറ്റം ദൃശ്യമായി. ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ നാഷണൽ ഐഡന്റിറ്റിയുടെ ഭാഗമായി ഓരോ പ്രദേശങ്ങളും ദേശീയ ഭാഷകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് 6500ഓളം ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും എന്തെങ്കിലും ഉണ്ടോ? ഇംഗ്ലീഷ് ക്ലാസ്സോ? എന്താണ് പറഞ്ഞത്? മനസ്സിലായില്ല. നിങ്ങൾക്ക് വേറെ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴ്? ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്തോളൂ കേട്ടോ, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് അല്ലേ? 7 o'clockനാണ് ഇംഗ്ലീഷ് ക്ലാസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ 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 ഓക്കെ, നമുക്ക് ഇതൊരു വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് 20-ാം നൂറ്റാണ്ടിലുണ്ടായ ഭാഷാ രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അതൊന്ന് ഇരുന്നാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം കൂടെ ഏകദേശം തീർന്നു. ഓക്കെ, അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് റിവിഷൻ പോലെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വരണം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് 8 മണി തൊട്ട് 9 മണി വരെ ആക്കിയാലോ ക്ലാസ്? അടുത്ത ഒരു പോർഷൻ കുഴപ്പമുണ്ടോ ആക്കിയെങ്കിലും? ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് പറയോ? ഓക്കെ, എന്നാൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ചിലപ്പോൾ 9 തൊട്ട് 8 തൊട്ട് 9 വരെ ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോണേ. നിങ്ങളുടെ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ക്ലാസ്സിന് ലിങ്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.